നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് റാപ്പിഡ് ഫയറിൻ്റെ ദിവസമാണ്. റാപ്പിഡ് ഫയർ നിങ്ങളുടെ വാഹനത്തെപ്പറ്റി പറയുന്ന പ്രോഗ്രാമാണെന്ന് അറിയാമല്ലോ. അതായത് വാഹനത്തെപ്പറ്റിയുള്ള ഗുണങ്ങൾ, ദോഷങ്ങൾ, സർവീസിൻ്റെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ വണ്ടി നിങ്ങൾ എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നു, അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾക്ക് തുറന്ന് സംസാരിക്കാവുന്ന ഒരു വേദിയാണ് റാപ്പിഡ് ഫയർ. സത്യത്തിൽ ഈ കസ്റ്റമേഴ്സിന് അവരുടെ വാഹനങ്ങളെപ്പറ്റി തുറന്ന് സംസാരിക്കാൻ ഒരു വേദിയില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. അങ്ങനെ ഒരു വേദി ഒരുക്കുകയാണ് റാപ്പിഡ് ഫയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിന്ന് ആരൊക്കെയാണ് റാപ്പിഡ് ഫയറിൽ പ്രത്യക്ഷപ്പെടുന്നത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും റാപ്പിഡ് ഫയറിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ വാഹനത്തിൻ്റെ ഓണർ എത്തിയിട്ടുണ്ട്. ക്രെറ്റയാണ്. നമസ്കാരം. പേര്? റോബിയോ. എന്ത് ചെയ്യുന്നു റോബിയോ? ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു, SBI. എവിടെ? പാലായില്ല. അത് ശരി. പാലക്കാട് തന്നെയാണോ? പാലക്കാട് തന്നെയാണ്. അത് ശരി. അപ്പം ഈ ബാങ്കിലൊക്കെ ഉള്ളവരുടെ കാര്യത്തിൽ എനിക്ക് തോന്നിയിരിക്കുന്ന അധികം ഓട്ടമില്ലാത്ത വണ്ടികളായിരിക്കും അല്ലേ? നിങ്ങളൊക്കെ രാവിലെ തൊട്ട്? അതെ, ട്രാവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് അത് മാത്രമേ ഉള്ളൂ. എത്ര മണി വരെ ഇരിക്കാറുണ്ടോ ബാങ്കിൽ സാധാരണ? 5 o'clock വരെ ഉള്ളൂ. അതേ ഉള്ളൂ. ആണോ? ചില ദിവസങ്ങൾ മാത്രം എക്സ്റ്റൻഡ് ആയിട്ട് 6:30 വരെ ഉള്ളൂ. ശരി. ഇപ്പം എങ്ങനെയുണ്ട് മൊത്തത്തിൽ സാമ്പത്തിക അവസ്ഥ ലോകത്തിൻ്റെ, അല്ലെ നമ്മുടെ നാടിൻ്റെ? നമ്മുടെ ഇപ്പം ബഡ്ജറ്റും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ടാക്സേഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് മിഡിൽ ക്ലാസ് ആൾക്കാർക്ക് കുറച്ചൊരു ഭീതിയൊക്കെ ഉണ്ട്. അതേസമയം വലിയ ബില്യനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ കുറച്ചും കൂടെ ഫേവർ ചെയ്യുന്നു എന്നുള്ളൊരു കാഴ്ചപ്പാട് ഉണ്ട് എനിക്ക്. പൊതുവേ ഓക്കെ എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഐ ആം നോട്ട് സാറ്റിസ്ഫൈഡ് ആണല്ലേ? അതുപോലെ ഈ അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്, നമ്മളിപ്പോൾ ഇപ്പം എല്ലാവരും ഈ കാനഡ, UK അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഒത്തിരി മലയാളികളൊക്കെ ചേക്കേറിയ സാഹചര്യത്തിൽ അവരൊക്കെ നാട്ടിലേക്ക് പൈസ അയക്കുന്നുണ്ടോ? പണ്ട് ഗൾഫിലാകുമ്പോൾ എല്ലാവരും നാട്ടിലയക്കുമായിരുന്നു. ഇതങ്ങനെയാണ്? തീർച്ചയായിട്ടും അയക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ കൂടുതൽ എഡ്യൂക്കേഷൻ ലോൺസാണ് ഇപ്പോൾ വരുന്നത്. കാരണം ഇപ്പോഴത്തെ ഒരു ജനറേഷനിലെ ആൾക്കാരെല്ലാം തന്നെ പുറത്തോട്ട് പോകാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. കാരണം ഇവിടെ നാടിൻ്റെ ഒരു അവസ്ഥയാണോ എന്ന് എനിക്ക് അറിയത്തില്ല, പറയാൻ പറ്റത്തില്ല. പക്ഷേ പഴയനേക്കാളും ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. ഇങ്ങോട്ടേക്കുള്ള വരവ് ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. ശരി. എനിക്ക് തോന്നുന്നത് അത് തന്നെയാണ്. ഈ ഗൾഫിലൊക്കെ ആയിരുന്നപ്പോൾ എല്ലാവരും നാട്ടിലേക്ക് പൈസ അയക്കും, കാരണം വീട്ടുകാർ ഇവിടെ ഉണ്ടാവും. പക്ഷേ UK, US ഒക്കെ എല്ലാവരും വീട്ടുകാരും കൂടെ കൊണ്ടുപോകുന്നതുകൊണ്ട് പിന്നെ ഇങ്ങോട്ട് പൈസ അയക്കേണ്ട കാര്യം വരുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട്. അതെല്ലാം അതോടെ നിൽക്കട്ടെ. ഇത് ഏതാണ്? ഏത് വേരിയൻ്റ്? ഇത് ക്രെറ്റയുടെ S ഓപ്ഷണൽ വേരിയൻ്റ് ആണ്. പെട്രോൾ മാനുവൽ. എത്ര കാലം എടുത്തിട്ട്? ഇപ്പോൾ ഈ മെയിൽ എടുത്തേ ഉള്ളൂ. അത് 2 മാസമേ ഉള്ളൂ. കറക്റ്റ് 2 മാസമായി. ശരി. എന്തുകൊണ്ടാണ് ഈ ഒരു വാഹനത്തിലേക്ക് എത്തിയത്? കാരണം ഈ സെഗ്മെന്റിലാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും മികച്ച കുറേ വണ്ടികളുള്ളത്. എന്തുകൊണ്ടാണ്? അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഹ്യുണ്ടായി i10 ആണ്. അപ്പം i10 എടുത്തപ്പോൾ എനിക്ക് ഒരു ക്രെറ്റ എന്ന് പറയുമ്പോൾ ഒരു ഹ്യുണ്ടായി തറവാട്ടിൽ നിന്ന് തന്നെ എടുക്കണമെന്ന് എനിക്കൊരു വലിയൊരു ആഗ്രഹമാണ്. കാരണം വെച്ചാൽ ബേസിക്കലി എനിക്ക് ഹ്യുണ്ടായിട്ട് ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. എഞ്ചിൻ വൈസ് ആണെങ്കിലും പെർഫോമൻസ് വൈസ് ആണെങ്കിലും ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പിന്നെ എനിക്ക് ക്രെറ്റ എന്നൊരു ബ്രാൻഡിനോട് എനിക്ക് വളരെ വലിയൊരു താല്പര്യം ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ അതിനെക്കുറിച്ച് നല്ല റിവ്യൂസാണ് ഞാൻ കൂടുതൽ കേട്ടിട്ടുള്ളത്. 90% നല്ല റിവ്യൂസാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്തായാലും ക്രെറ്റ തന്നെയായിരുന്നു ഞാൻ ഫോക്കസ് ചെയ്തത്. പക്ഷേ പിന്നെ എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ക്രെറ്റ എടുക്കുമ്പോൾ അത്രയും എമൗണ്ട് കൊടുക്കണ്ടേ എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്ത് ഇങ്ങനെ S ഓപ്ഷൻ എന്ന് പറഞ്ഞൊരു വേരിയൻ്റ് ഇറക്കിയപ്പം എന്തായാലും ടോപ്പ് വേരിയൻറ്റിൻ്റെ കുറേ ഫീച്ചേഴ്സ് ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ പനോരമിക് സൺറൂഫ്, പുഷ് ബട്ടൺ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് അട്രാക്റ്റഡ് ആയി. എന്നാൽ പിന്നെ ഇത് തന്നെ അങ്ങ് ഉറപ്പിച്ചേക്കാം. പിന്നെ ബൈച്ചേണ്ട തന്നെ ഒരു വീഡിയോ ഇറങ്ങിയപ്പോഴും കൂടെ ഞാനങ്ങ് ഫിക്സ് ചെയ്തു. എന്നാൽ പിന്നെ ഇത് തന്നെ നോക്കിയോ. കാരണം വെച്ചാൽ അതിൻ്റെ അത് കാര്യമായിട്ടുള്ളൊരു നെഗറ്റീവ് ഞാൻ കണ്ടില്ല. പക്ഷേ i10 ഉപയോഗിച്ചിരുന്നപ്പോൾ ഫീൽ ചെയ്തൊരു കാര്യമായിരിക്കും, ഹ്യുണ്ടായുടെ വാഹനങ്ങളുടെ പെട്രോൾ എഞ്ചിന് മൈലേജ് കുറവാണെന്നുള്ളത്, ഇല്ലേ? മൈലേജ് ഒരു ഫാക്ടറാണ്. എനിക്ക് ഇതിൻ്റെ അകത്തൊരു നെഗറ്റീവ് എന്ന് പറയാനുള്ളതും മൈലേജ് തന്നെയാണ്. പക്ഷേ എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, കുഴപ്പമില്ല. ഒരു 13 വരെയൊക്കെ നമുക്കൊരു സിറ്റി റൈഡ് ആണെങ്കിൽ പോലും 13 കിട്ടുന്നുണ്ട്. ഞാൻ നോക്കി ഓടിക്കുന്നുണ്ട്. പിന്നെ ടൈമിലി ഗിയർ ഷിഫ്റ്റ് ഒക്കെ ചെയ്യുന്നുള്ളതുകൊണ്ടായിരിക്കാം ഒരു 13.1, 13.5 ആ റേഞ്ചിലാണ് നിൽക്കുന്നത് സിറ്റിയിൽ. അതെ, സിറ്റിയിൽ കിട്ടും. ഹൈവേയിലാകുമ്പോൾ ഒരു 13.9 ആ റേഞ്ചിൽ അത്രേ വരുന്നുള്ളൂ. വലിയൊരു വ്യത്യാസം വരുന്നില്ല. പിന്നെ ഒരു ബേസിക്കലി ആ ഒരു ലൊക്കേഷൻ്റെ ഒരു ഇതായിരിക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് ജോലി സ്ഥലത്തേക്ക് വരെ 20 കിലോമീറ്ററാണ്. പിന്നെ അവിടെ ട്രാഫിക് ഒന്നും അങ്ങനെ പൊതുവെ ഇല്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഒരു 13 കിട്ടുന്നത്. ബാക്കി എന്താണ് ഇതിൻ്റെ ഏറ്റവും പോസിറ്റീവായിട്ട് തോന്നുന്നൊരു കാര്യം? പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിലൊരു പ്രീമിയം ഫീലുണ്ട്. ബേസിക്കലി ഞാൻ ഇപ്പം i10 ഉപയോഗിച്ചിട്ട് ഇതിലോട്ടൊരു ട്രാൻസിഷൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഇതിൻ്റെ അകത്ത് ഇരിക്കുമ്പോൾ തന്നെ ഒരു പ്രീമിയം ഫീലിംഗ് തോന്നുന്നുണ്ട്. ഇപ്പം ഫാമിലിക്ക് ആണെങ്കിൽ പോലും ഇവർക്ക് ബാക്ക് സീറ്റിൽ ഇരിക്കുമ്പോൾ ആണെങ്കിലും ഒരു പ്രീമിയം വണ്ടിയിൽ ഇരിക്കുന്നൊരു ഫീലിംഗ് ഉണ്ട്. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു ബേസിക് ഒരു നമ്മളെ അട്രാക്ട് ചെയ്യുന്നൊരു കാര്യം അത് തന്നെ. പിന്നെ ബേസിക്കലി ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറയുന്ന പോലെ ഇതിൻ്റെ ഈ ഒരു ഗ്രില്ലും പിന്നെ ഈ ഒരു LED ലാമ്പും കൂടെ ഇപ്പം എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ തന്നെ എനിക്ക്
അങ്ങനെ തന്നെ ഇത് ഞാൻ ഈ വേരിയന്റ് എടുക്കാൻ തീരുമാനിച്ചു. 2023 വേരിയന്റ് ആയിരുന്നു ഞാൻ ആദ്യം നോക്കിയിരുന്നത്. പിന്നെ എനിക്ക് ഇത് ഇറങ്ങിയപ്പം ഇതിനോട് കുറച്ചും കൂടെ അട്രാക്ഷൻ തോന്നി, അങ്ങനെ ഇത് എടുത്തു. അപ്പോൾ ഈ പുതിയ കാലഘട്ടത്തിൽ മിക്കവരും ഓട്ടോമാറ്റിക്കിലേക്ക് പോകുമ്പോൾ എന്തുകൊണ്ടാണ് മാനുവലിൽ നിന്നത്? ഞാൻ ബേസിക്കലി ഞാൻ ഓട്ടോമാറ്റിക് വണ്ടിയൊക്കെ ഓടിച്ചു നോക്കിയായിരുന്നു, എല്ലാം ട്രയലും എല്ലാം നോക്കിയതാണ്. പക്ഷേ എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. അത് എൻ്റെ പേഴ്സണലി എനിക്ക് ഗിയർ ഇടുന്നതിനോടുള്ള ഒരു താല്പര്യമുണ്ട്. എനിക്ക് അങ്ങനെ ഇട്ടിട്ട് ഒരു ഫോർത്തൊക്കെ ഇട്ടൊക്കെ എടുക്കുക, അങ്ങനെയൊക്കെ നമുക്കൊരു ഓവർടേക്കിങ്ങും ആ ഇത് കേസൊക്കെ വരുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ താല്പര്യം ഗിയർ തന്നെയാണ്. ഇത് എടുത്തിട്ട് ദീർഘദൂരം എവിടെയെങ്കിലും പോയോ? തേനി പോയായിരുന്നു. തേനി ഡിണ്ടിഗൽ ഹൈവേ ഒക്കെ പോയപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു വെയിറ്റ് കുറവുള്ള പോലെ തോന്നുന്നുണ്ട്. ഒരു 120 ഒക്കെ എത്തുമ്പോഴേക്കും കുറച്ചൊരു ചെറുതായിട്ടും ഷെയ്ക്ക് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അത് പൊതുവെ ജാപ്പനീസ് വണ്ടികളുടെ കാര്യത്തിൽ അത് തോന്നും. യൂറോപ്യൻ വണ്ടികളാകുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുകയില്ല എന്നുള്ളൊരു സംഭവം ഉണ്ട്. ഫാമിലിയൊക്കെ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നുണ്ട്. ഫാമിലി ബാക്ക് സീറ്റ് കംഫർട്ടിനെ പറ്റി ഞാൻ ആക്ച്വലി 7 സീറ്റർ വണ്ടിയായിരുന്നു ആദ്യം നോക്കി തുടങ്ങിയത്. പിന്നെ എനിക്ക് തോന്നി ഇതിൻ്റെ അത് കൂടുതലും ഫാമിലിയെക്കാളും ഞാൻ തന്നെയാണ് വർക്കിനാണെങ്കിലും പോകണമെങ്കിൽ ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലോട്ട് പോകണ്ട. പിന്നെ പാർക്കിങ്ങിൻ്റെ ഒരു ഇഷ്യൂ അതൊക്കെ വെച്ച് നോക്കിയിട്ട് ഞാൻ പിന്നെ ഇത് തന്നെ എടുക്കാം എന്ന് എനിക്ക് തോന്നി. ഫാമിലി വളരെ കംഫർട്ടബിൾ, കാരണം ബാക്ക് സീറ്റിൽ നല്ല സ്പേസ് ഉണ്ട്, അത്യാവശ്യം നല്ല രീതി തന്നെ. പിന്നെ ഹ്യുണ്ടായിയുടെ ഐട്ടണിയിൽ നിന്ന് ഇതിലോട്ട് മാറുമ്പോൾ തന്നെ ആ ഒരു വ്യത്യാസം ശരിക്കും അറിയുമല്ലോ. ഇത് തന്നെ ബേസിക്. എന്തായാലും ഒരു പ്രീമിയംനെസ് ഉള്ള വണ്ടിയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ വലിയ തലവേദന ഒന്നും ഒരിക്കലും ഉണ്ടാക്കില്ല, ദീർഘകാലം ഓടിക്കോളും, അങ്ങനെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഈ ഹ്യുണ്ടായി കിയയും ഈ എന്തുകൊണ്ടാണ് ഈ വിപണി പിടിച്ചത് തന്നെ ഈ ഫീച്ചേഴ്സിൻ്റെ ഒരു ആധിക്യമാണല്ലോ. അതെ. അപ്പോൾ ഈ കണക്ടിവിറ്റി ഫീച്ചേഴ്സൊക്കെ എല്ലാം ഉപയോഗിക്കാറുണ്ടോ, അതോ ഈ കാഴ്ചയുള്ളൊരു ഫാൻസി ഉള്ളതിന്? ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല, ഇപ്പോൾ 2 months ആയുള്ളൂ. അപ്പോൾ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഞാൻ അതിനുള്ള ടൈം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനി അതിന് കുറച്ചും കൂടെ എനിക്ക് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട് ഇതിൻ്റെ അത്. ഞാൻ കിയയുടെ വണ്ടികൾ ഞാൻ ഓടിച്ചു നോക്കിയായിരുന്നു, അതൊക്കെ ഞാൻ ട്രയൽ നോക്കിയതാണ്. പക്ഷേ എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇച്ചിരി ഓവർ റേറ്റഡ് ആണോ എന്ന് എനിക്കൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ അതേസമയം അതിലെ പല ഫീച്ചേഴ്സും നമുക്ക് എസ് ഓപ്ഷനിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ എന്തുകൊണ്ട് അത് നോക്കണം, ഇത് തന്നെ നോക്കിയാൽ പോരെ. കംഫർട്ട് വൈസ് എനിക്ക് കിയ ഇഷ്ടപ്പെട്ടിരുന്നു, പക്ഷേ ഫീച്ചേഴ്സ് വൈസ് നോക്കുമ്പോൾ ഇത് തന്നെയാണ് ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ അധികം ഓട്ടോ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഇലക്ട്രിക് കാറുകൾ നോക്കിയില്ല? ഇലക്ട്രിക് കാറുകളോട് എനിക്ക് അത്ര ഒരു ഇത് വന്നിട്ടില്ല. അത് ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ന്യൂസ് കണ്ടപ്പം ഇങ്ങനെ വണ്ടി കത്തിന്നൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു പേടി തോന്നി. പക്ഷെ ഞാൻ ഒരിക്കലും എടുക്കില്ല എന്നല്ല, ഞാൻ ഫ്യൂച്ചറിൽ എടുക്കുമായിരിക്കാം. ഇതൊരു സെക്കൻഡ് ഓപ്ഷൻ എന്നുള്ള രീതിയിൽ ഞാൻ എടുക്കുകയുള്ളൂ. ഈ ഒരു ഹാച്ച് ബാക്കിൽ നിന്ന് പെട്ടെന്ന് SUV-യിലേക്ക് മാറിയപ്പോൾ ഉള്ള ഫീൽ എന്താണ്? ഫീൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രീമിയം, ബേസിക്കലി പ്രീമിയം ഒരു ഫീൽ ഉണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ നമുക്ക് റോഡ് വ്യൂ നന്നായിട്ട് കിട്ടുന്നുണ്ട്. കാരണം ഇതിൻ്റെ സീറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആണെങ്കിലും പറ്റും, പിന്നെ അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ആണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്കപ്പം ഫുൾ വ്യൂ കിട്ടുന്നുണ്ട്. എനിക്ക് ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു, ഞാൻ SUV വണ്ടികൾ ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം എനിക്ക് എങ്ങനെയായിരിക്കും സൈഡ് എങ്ങനെ കാണും, പിന്നെ ഫ്രണ്ട് വ്യൂ എങ്ങനെയായിരിക്കും എന്നൊക്കെ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ ഇത് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് ആ പേടിയെല്ലാം പോയി. ഫസ്റ്റ് ഡേ തന്നെ ഞാനത് ക്ലിയർ ആയി. എനിക്ക് എത്ര രൂപയായി ഓൺ റോഡ്? 17,10,000. ആ പൈസയ്ക്ക് അത് വെർത്താണെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായും വേർത്താണ്. എനിക്ക് ആ മൈലേജിന് മാത്രമേ ഉള്ളൂ എനിക്കൊരു നെഗറ്റീവ്. പിന്നെ ഈ കുറച്ച് 120 സ്പീഡിലൊക്കെ പോകുമ്പോൾ ഒരു ഇച്ചിരി ഒരു വെയിറ്റ് കുറവുള്ള പോലെ ഒരു ഫീലിംഗ് തോന്നുന്നുണ്ട്, അത് മാത്രമേ ഉള്ളൂ. റേറ്റിംഗ് ഒരു 10 out of എത്ര കൊടുക്കും? 10 out of 8 കൊടുക്കുക. ഈ രണ്ടെന്ന് പറയുന്നത് മൈലേജും പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു സ്റ്റെബിലിറ്റി, അങ്ങനെ ഒരു ഫീലിംഗ് തോന്നി. കാരണം ഞാനൊരു 3 തവണ ഇപ്പൊ തേനിക്ക് പോയി. അവിടെ എല്ലാ ഒരു വണ്ടിക്കൊരു മീൻസ് അവിടുത്തെ റോഡ് നല്ല ക്ലിയർ ആയിട്ട് കിടക്കുന്നു. അപ്പം 120 കയറ്റി കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ചെറിയൊരു ഷിവറിങ് പോലെ തോന്നി എനിക്ക്, അത് മാത്രമേ ഉള്ളൂ. അതെ, എന്തായാലും അങ്ങനെ വലിയ കുറ്റമൊന്നും ആരും പറയാത്ത ഒരു വണ്ടിയാണ്. തന്നെയല്ല നല്ല റീസെയിൽ വാല്യൂ ഉണ്ടാകും, പിന്നെ കാഴ്ചയിലുള്ള ഭംഗിയുണ്ട്, അത്തരം കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ പൊതുവേ ഹ്യുണ്ടായുടെ പെട്രോൾ എഞ്ചിനുകൾക്ക് മൈലേജ് കുറവാണെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ 13 കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ ശരിയോ നല്ല മൈലേജാണ്. കാരണം ഇത്രയും വെയിറ്റുള്ളൊരു വണ്ടി, അതും പെട്രോൾ വണ്ടിക്ക് 13 കിട്ടുന്നത് മോശമായ കാര്യമല്ല. കാരണം ഈ ഒരു 1.2 ലിറ്റർ എഞ്ചിനുള്ള വണ്ടികൾക്ക് പോലും ഇതൊക്കെ തന്നെ കിട്ടാറുള്ളൂ, ചെറിയ വണ്ടികൾക്ക് പോലും അതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഓൾ ദ ബെസ്റ്റ്. അപ്പം ഈ പറഞ്ഞ പോലെ ദീർഘകാലം ഗംഭീര വാഹനങ്ങൾ ഇടുക. അടുത്ത വണ്ടിയും ഹ്യുണ്ടായി ആയിരിക്കുമോ? ഹ്യുണ്ടായി ഇതിൻ്റെ ഒരു പെർഫോമൻസ് അനുസരിച്ചിരിക്കും. ഓക്കെ, താങ്ക് യു. ഇനിയിപ്പോൾ ഇന്ത്യയിലെ ഒരു കാലത്ത് ഏറ്റവും അധികം സ്നേഹിക്കപ്പെട്ടിരുന്ന ഒരു വാഹനം, അതിൻ്റെ പേര് ഫോർഡിൻ്റെ ഫിഗോ ആസ്പെയർ എന്നാണ്. ആസ്പെയറിൻ്റെ ഉടമയാണ് പരിചയപ്പെടുന്നത്. നമസ്കാരം. പേര്? ജെറിൻ. എന്ത് ചെയ്യുന്നു? ഞാനിപ്പോൾ ഇവിടെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞു, ഒരു 5 വർഷം വർക്ക് ചെയ്തു. ഇനിയിപ്പോൾ പുറത്തോട്ട് പോകാനുള്ളൊരു പ്ലാനിലാണ്. ശരി, എവിടെയാണ് പോകുന്നത്? ഞാൻ UK-ലാണ്. UK-ലേക്ക്? എവിടെ, ഏത് യൂണിവേഴ്സിറ്റിയിലേക്ക്? യൂണിവേഴ്സിറ്റി ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. എവിടെയാണ്? ബാങ്കർ എന്ന് പറഞ്ഞൊരു യൂണിവേഴ്സിറ്റിയാണ്. ശരി, അപ്പോൾ ഉടനെ പോകും? ഉടനെ പോകുമെന്ന് പറഞ്ഞാൽ ഒരു വരാനുള്ളൊരു താമസം. അതേ ഉള്ളൂ, വിസയൊക്കെ വരാനുള്ള താമസം ഏകദേശം.
ആ ശരി. അപ്പോൾ ഇവിടെ എവിടെ വർക്ക് ചെയ്യുന്നത് 5 വർഷം? ഞാൻ ആദ്യം ഒരു മാരുതിയുടെ സെയിൽസിലായിരുന്നു വർക്ക് ചെയ്തത്. ഒരു 3 വർഷം അവിടെ നിന്നായിരുന്നു. ശരി. അത് കഴിഞ്ഞ് പിന്നെ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ഒരു ക്ലാസ്, അവിടെ 2 വർഷം മാർക്കറ്റിംഗ് മാനേജറായിട്ട്. ഇപ്പോൾ ഇതിനൊക്കെ ഒന്ന് ആയിട്ട് നിൽക്കുന്നു. ശരി. അപ്പോൾ മാരുതിയുടെ സെയിൽസ് ഒക്കെ കുറേ കാലം കൈകാര്യം ചെയ്തു? ഒരു 3 വർഷത്തോളം ഏകദേശം ഉണ്ടായിരുന്നു. ഒരു 2019-20 വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ, എനിക്ക് ഏതെങ്കിലും മാരുതിക്കാരോട് ചോദിക്കാനുള്ള ചോദ്യമാണ്. ഈ മാരുതിയുടെ വാഹനങ്ങളെ പറ്റി വലിയൊരു പ്രചരണം ഉണ്ടല്ലോ, അതിന് സേഫ്റ്റി കുറവാണ് അങ്ങനെയൊക്കെയുള്ള. അത് ശരിക്കും മാരുതിയുടെ സെയിൽസിനെ ബാധിച്ചിട്ടുണ്ടോ കേരളത്തിൽ? ഒട്ടുമിക്ക ആൾക്കാരും ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൺസേൺ മൈലേജിനാണ്. അപ്പോൾ ആൾക്കാർ സേഫ്റ്റി എന്നുപരി അവർ വരുമ്പോൾ തന്നെ മൈലേജ് എത്ര ഉണ്ടെന്ന് ആ ഒരു ഫോക്കസ് ആയിരിക്കും അവർ വരുന്നത്. എന്നാലും മൈലേജിൻ്റെ കാര്യത്തിലാണ് അവർക്ക് ഏറ്റവും കൂടുതൽ കൺസേൺ. എന്നാലും ഉണ്ടായിരുന്നു കുറേ ആൾക്കാർ. നമ്മൾ ഈ ഒത്തിരി വലിയ ആൾക്കാർ ഫോക്കസ് ചെയ്യുമ്പോൾ ഇപ്പോൾ പ്രീമിയം ആയിട്ടുള്ള ഈ എന്താ പറയുക നമ്മുടെ ഫ്രോങ്സ് അങ്ങനത്തെ ഉള്ള മോഡലൊക്കെ വരുമ്പോൾ അതിൻ്റെയൊക്കെ ഇന്റീരിയർ പറഞ്ഞ എല്ലാം അടിപൊളിയാണ്. പറഞ്ഞ അതിലൂടെ കുറച്ച് ആൾക്കാർ അങ്ങനെ പോകും. പക്ഷെ എന്നാലും കുറേ ആൾക്കാർക്ക് നമ്മുടെ ഈ ഉള്ളിലോട്ടുള്ള കുറച്ച് റൂറലായിട്ടുള്ള ആൾക്കാർക്ക് മെയിനായിട്ടുള്ള ഈ പറഞ്ഞ മാരുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേറെ ഒന്നും നോക്കാം. സത്യം, ഒരു പരിധിവരെ ശരിയുമാണ്. പക്ഷേ എനിക്ക് തോന്നുന്ന മറ്റൊരു കാര്യം ഇതാണ്, ഇപ്പോൾ കേരളത്തിൽ മാത്രമേ ഈ ഒരു സേഫ്റ്റിയെ പറ്റി ഇത്രയും കൺസേൺ ഉള്ളൂ അല്ലേ? ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഗംഭീരമായിട്ട് വിറ്റ് വന്നു. ഇപ്പോൾ അടുത്ത കാലത്ത് എൻ്റെ ഒരു ഫ്രണ്ട് മറ്റേ ലഡാക്കിൽ നിന്ന് വിളിച്ചപ്പോൾ പറഞ്ഞു ജിംനിയൊക്കെ ഇഷ്ടം പോലെ ജിംനിയായി ലഡാക്കിലാണ്. പക്ഷേ ഇവിടെ ഇപ്പോഴും ആ ഒരു സേഫ്റ്റി കൺസേൺ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അങ്ങനെ ഒരു സേഫ്റ്റി കൺസേണും വേണ്ടാത്തൊരു വാഹനമാണ് ഇത് അല്ലേ? ശരിക്കും ഓടിക്കുമ്പോൾ തന്നെ ആ ഒരു ഫീൽ ഉണ്ടല്ലോ അല്ലേ? ശരിക്കും ഇതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ചേട്ടനാണ് ഇത് വണ്ടി ബുക്ക് ചെയ്തത്. പക്ഷെ ആദ്യം നമ്മുടെ അടുത്ത് ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ വണ്ടിയോട് അത്രയും താല്പര്യപ്പെടുന്നില്ല. കാരണം ആ സമയത്ത് 2018 മോഡലാണ്. അന്നേരം നമ്മൾ ആദ്യം ഇതിന് കൂടുതൽ ഫീച്ചേഴ്സ് ഒന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. ഒട്ടുമിക്ക ഈ പറഞ്ഞ ഫാൻസി പോലത്തെ നമ്മുടെ ടച്ച് സ്ക്രീനോ അങ്ങനെയുള്ള റിവേഴ്സ് ക്യാമറ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈവൻ ഇതൊരു സ്പോർട്സ് വേരിയൻ്റ് വണ്ടിയാണ്. നമുക്ക് ടോപ്പ് എൻഡിൻ്റെ ആ ഒരു സ്പോർട്സ് വേരിയൻ്റ്. അപ്പോൾ ഇതിനകത്ത് കുറച്ചും കൂടെ പിന്നെ ടയറൊക്കെ അപ്പ് സൈസ് ഉണ്ട്. പിന്നെ ഈ എന്താ പറയുക ഹെഡ്ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ബ്ലാക്ക് ഔട്ട് ഉണ്ട്. അപ്പോൾ ആ സമയത്ത് എന്നാൽ കൂടി ഈ വണ്ടിയോട് അത്ര ഫീച്ചേഴ്സ് ഇല്ലാത്തവർ ഞാൻ ആദ്യം ചേട്ടനോട് പറഞ്ഞു വേണ്ട, നമ്മൾ എടുക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ ഒരു കാര്യങ്ങളോട് വേണ്ടാന്ന് താല്പര്യപ്പെട്ടു. പക്ഷേ നമ്മുടെ അടുത്ത് പറയാണ്ട് അവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിക്ക് ബുക്കിംഗ് എല്ലാം കൊടുത്തു. വണ്ടി വരണതിൻ്റെ 2 ദിവസം മുമ്പാണ് പറയണത് വണ്ടി ഇങ്ങനെ ബുക്ക് ചെയ്തിട്ടുണ്ട് വരും എന്നുള്ളത്. അപ്പോൾ ഞാൻ ചേട്ടനോട് വഴക്കൊക്കെ ഇട്ട് അധികം വലിയ മിണ്ടാട്ടമൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഇരിക്കണമായിരുന്നു. ഞാൻ പോലും പോയില്ല ഡെലിവറിക്ക്. പക്ഷേ വൺസ് ഇത് വീട്ടിൽ വന്ന് ഞാൻ ഒരാഴ്ച എടുത്തു വണ്ടീന് ശരിക്കും ഉള്ളിലോട്ട് കയറാനായിട്ട്. വണ്ടീനുള്ളിൽ കയറി ഞാൻ വണ്ടി ഓടിക്കേണ്ട ഒരു അവസരം വന്നു. ചേട്ടനെ കൊണ്ടുപോകാനായിട്ടൊരു അവസരം വന്നു. വണ്ടി ഓടിച്ചപ്പോഴാണ് ശരിക്കും വണ്ടിയോടായിട്ടുള്ള ഈ വണ്ടി എന്താണ്. അതിനു മുമ്പ് ഞാൻ ഈ വണ്ടി ഓടിച്ചിട്ടില്ല. ഇതിൻ്റെ എഞ്ചിൻ എന്താ, ഇത് ഡീസൽ വണ്ടിയാണ്. അപ്പോൾ ഞാൻ 1.5-ൻ്റെ എന്താ പറയട്ടെ അങ്ങനെ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. ഇതെടുത്ത് വണ്ടിയോട് പിന്നെ ഇഷ്ടപ്പെട്ട് പോയതാണ്. പിന്നെ ഓടിക്കുന്നവർ ഇഷ്ടപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുക. കാരണം എത്ര റിലയബിൾ ആണ് വണ്ടി, അടിപൊളിയാണ്. ഇപ്പോഴും ആ കമ്പനി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു. അത് ഫോർഡിൻ്റെ വണ്ടികൾ ഉപയോഗിക്കുന്ന എല്ലാവരും അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. എത്ര വർഷം എടുത്തിട്ട് ഇപ്പം? ഇതിപ്പോൾ 2018 മോഡലാണ്. ഒരു 6 വർഷം ഏകദേശം. ഇപ്പോൾ 70,000 കിലോമീറ്റർ ആയി. 70,000. മൈലേജ് എങ്ങനെയുണ്ട് ഡീസൽ? മൈലേജ് കുഴപ്പമില്ല, 22 ആവറേജ് കിട്ടും. പിന്നെ സിറ്റിയിലൊക്കെ ആണെങ്കിൽ ഒരു 17-18 എന്നാലും ഹാപ്പിയാണ്, കുഴപ്പമൊന്നുമില്ല. നല്ല മൈലേജ് 17-18 വരെയൊക്കെ കിട്ടും. ഞങ്ങൾ ഇടുക്കി ആയതുകൊണ്ട് അവിടെയൊക്കെ പോകുമ്പോൾ നമ്മൾ ഹൈ റേഞ്ചൊക്കെ കയറുമ്പോഴും കുഴപ്പമില്ല, നല്ല പവർ നമുക്ക് ആ ഒരു അത് നമുക്ക് അറിയാം നമുക്ക് എങ്ങനെയാണ്. അതിന് മുമ്പ് ഓടിച്ചുകൊണ്ടിരുന്ന ഒരു ഐറ്റൺ ആണ് ഹുണ്ടായി. അതൊരു 1.2 പെട്രോൾ വേരിയൻ്റാണ്. അപ്പോൾ അത് ഓടിക്കുമ്പോൾ ഇത് ഓടിക്കുമ്പോൾ അതിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നല്ല വ്യത്യാസം നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഈ മറ്റേ ഹൈവേയിലൊക്കെ ഓടുമ്പോൾ എങ്ങനെയുണ്ട് സേഫ്റ്റി ഫീൽ? സേഫ്റ്റി നമുക്ക് കുഴപ്പമില്ല. നമുക്ക് വണ്ടി ഒരിക്കലും നമ്മുടെ കയ്യിൽ നിന്ന് പോയില്ലാത്തൊരു ഫീലാണ്. നമുക്ക് നമ്മൾ വീശിയൊരു വളവെടുത്താലും നല്ല സ്റ്റെബിലിറ്റിയാണ് വണ്ടിക്ക്. ആ ഒരു കാര്യത്തിന് ഇപ്പോൾ എന്തൊക്കെ വണ്ടിക്ക് ഫീച്ചേഴ്സ് ഇല്ലെന്ന് പറഞ്ഞാലും ഇങ്ങനത്തെ ഉള്ള ഈ പറഞ്ഞ ഡ്രൈവിംഗ് ഡൈനാമിക്സ് ഈ സാധനം അടിപൊളി. ഞാൻ ചോദിക്കാൻ ഇപ്പോൾ തൊട്ട് മുമ്പ് നമ്മൾ സംസാരിച്ച ആൾ പറഞ്ഞത് ഏറ്റവും പുതിയ ക്രെറ്റയാണ്. പക്ഷേ ഹൈവേയിൽ ഓടിക്കുമ്പോൾ അതിനൊരു സ്റ്റെബിലിറ്റി പ്രശ്നം തോന്നുന്നു. ഇത് നല്ല വെയിറ്റ് ഉള്ള, നമുക്ക് അത് ഓടിക്കാൻ തുടങ്ങിയൊരു അറിയാം, നമുക്ക് നമ്മുടെ കയ്യിൽ വണ്ടി നിൽക്കും എന്നുള്ള ഉറപ്പ് നമുക്ക് ഉണ്ടാവും. അപ്പോൾ ഈ ഇത് വാങ്ങിച്ച് കുറച്ച് കാലം കഴിഞ്ഞപ്പോഴാണല്ലോ ഫോർഡ് ഇന്ത്യ വിടുന്നു എന്നുള്ള കാര്യമൊക്കെ വന്നു. ആ സമയത്ത് ആശങ്ക തോന്നിയോ? എന്ത് ചെയ്യണത്, വെച്ചോണ്ടിരിക്കണോ? ആശങ്ക തോന്നി. ഞാൻ ചേട്ടനോട് പറയാം. പക്ഷെ എന്നാലും നമ്മൾ ഫോർഡായിട്ട് സർവീസൊന്നും ഇപ്പോഴും ഒരു കുഴപ്പമില്ല. ആ അന്ന് ഉണ്ടായിരുന്ന സെയിൽസ് എക്സിക്യൂട്ടീവ് തന്നെ ഇപ്പോഴും അവിടെ കണ്ടിന്യൂ ആണ്. അപ്പം നമുക്ക് അവിടെ വീടിൻ്റെ അടുത്ത് തന്നെ നമുക്കൊരു 4 കിലോമീറ്റർ അടുത്ത് തന്നെ ഷോറൂമിൽ സർവീസ് ഉണ്ടായിരുന്നു, കയർലി ഫോർഡായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് നമ്മളിങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞു, സാറേ നമുക്ക് സെയിൽസ് മാത്രമേ ഇല്ലാണ്ട് പോയിട്ടുള്ളൂ, ബാക്കി എല്ലാ ബാക്ക് എൻഡ് സപ്പോർട്ടും ഉണ്ടായിരുന്നു. വണ്ടിക്ക് അന്നേരം നമുക്ക് എക്സ്റ്റൻഡ് വാറണ്ടി ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഒരു കുഴപ്പമില്ല. ഇപ്പോഴും ആ ആൾക്കാരും ആ സിസ്റ്റം തന്നെ. ഷോറൂം അടച്ചിട്ടും അവിടെ ഈ പറഞ്ഞ പ്രീ ഓൺഡ് കാർസിൻ്റെ ഒക്കെ സെയിൽസ് നടക്കുന്നുണ്ട്. എന്നാലും ഇതുവരെയായിട്ട് ഒരു കുഴപ്പമില്ല. പാർട്സിനൊന്നും ഒരു കുഴപ്പം ഇതുവരെ വന്നിട്ടില്ല. തന്നെയല്ല വേറെ കാര്യം സംഭവിച്ചിരിക്കുന്നത്, ഇപ്പോൾ ഇതിനൊക്കെ റീസെയിൽ വാല്യൂ കൂടി. അതെ. നമ്മൾ ഇതൊന്നും അപ്ഗ്രേഡ്, നമുക്ക് വേറൊരു വണ്ടി, നമ്മളൊരു എക്കോ സ്പോർട്ട് നോക്കി. എനിക്ക് എക്കോ സ്പോർട്ട് ഭയങ്കര ഇഷ്ടമുള്ള വണ്ടിയാണ്. അതിൻ്റെ വണ്ടി എടുക്കാൻ നോക്കിയിട്ട് നമ്മളെ കൊണ്ട് പറ്റണില്ല. എന്ന് വെച്ചാൽ മേടിക്കണ പ്രൈസിൻ്റെ ആ സെയിം ഇപ്പോഴും 5 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴും അത് ചോദിച്ചുകൊണ്ടിരിക്കുക. ശരിക്കും പറഞ്ഞാൽ ഒരു കമ്പനി ഇന്ത്യ വിട്ട് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് വിലയെല്ലാം കുറയണ്ട, പക്ഷേ ഇപ്പോഴും അതുപോലെ നിൽക്കുന്നുണ്ട്. അതാണ് അത് ഫോർഡ് സമ്മതിക്കണം. അതെ, തീർച്ചയായിട്ടും. അതെ. അപ്പോൾ എന്തായാലും കുറച്ച് കണക്ടിവിറ്റി ഫീച്ചേഴ്സൊക്കെ കുറവാണ് ആ കാലം. അതുകൊണ്ട് അതല്ലാതെ എന്താണ് ഒരു കുറവായിട്ട് തോന്നിയിരിക്കുന്നത്?
പിന്നെ നമുക്ക് ബാക്കിലിരിക്കുമ്പോൾ ഇച്ചിരി സ്പേസ് കുറവാണെന്ന് തോന്നിയിട്ടുണ്ട്. ബാക്കിൽ ആ സീറ്റിംഗ് കംഫോർട്ട് ഇച്ചിരി കുറവാണെന്ന് തോന്നിയിട്ടുണ്ട്. അതർവൈസ് അല്ലാണ്ട് വേറെ ഇതുവരെ ഇഷ്യൂസ് അങ്ങനെ തോന്നിയിട്ടില്ല. ഇപ്പോൾ സർവീസിൻ്റെ ഈ പറഞ്ഞ പോലെ തന്നെ സർവീസിനാണെങ്കിൽ കോസ്റ്റ് മാത്രമല്ല തോന്നിയിട്ടില്ല. എത്ര ആകുന്നുണ്ടാകും? ഒരു ആവറേജ് ഒരു 6000-4000 ആവറേജ്. ഇത് ഡീസലായിട്ടും പോലും അത്രേ വരുന്നുള്ളൂ. ഇത്രയും കാലത്തെ നമ്മൾ സർവീസ് ചെയ്തിട്ട് നമുക്ക് ഏറ്റവും മാക്സിമം ഒരു 8 രൂപ അടുത്താ വന്നിട്ടുള്ളൂ. എന്തെങ്കിലും മേജറായിട്ടുള്ള സംഭവങ്ങൾ വന്നിട്ടുണ്ടോ? മേജറായിട്ട് വന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റേഡിയേറ്റർ ഫാൻ ഒരു പ്രാവശ്യം ഒന്ന് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അതെന്തോ വെള്ളത്തിൽ കയറിയിട്ട് അങ്ങനെ എന്തോ സംഭവിച്ചാണ്. അല്ലാണ്ട് മേജറായിട്ട് സാധാരണ ഓയിൽ ചേഞ്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ എത്ര കാലം ഉപയോഗിക്കാനാണ് പരിപാടി? ഇതിപ്പോൾ ഇപ്പോൾ 70 ആയി. ഒരു 1 lakh എങ്ങനെ പോയാലും ഉപയോഗിക്കാൻ. കാരണം ഇത് കൊടുക്കാൻ ഒരു മനസ്സ് വരുന്നില്ല. കാരണം ഇത്രയും പവറുള്ളൊരു ആ വണ്ടി നമുക്കിനി കിട്ടുമോ എന്നുള്ളൊരു ഒരു വിശ്വാസം വരുന്നില്ല. അതുകൊണ്ട് തന്നെയല്ല ഈ ഒരു സെഗ്മെന്റിലൊന്നും ഇനിയിപ്പം ഈ പറഞ്ഞ ഡീസൽ വണ്ടികൾ കിട്ടില്ല, ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ പ്രശ്നമുണ്ട്. അതുപോലെ ഇനിയിപ്പം ഒരു അടുത്ത വണ്ടിയിലേക്ക് പോകുകയാണെങ്കിൽ അത് SUV ആയിരിക്കും അതോ ഈ ഹാച്ച് ബാക്കിലേക്ക് നിൽക്കുമോ? ഇല്ല, ഹാച്ച് ബാക്ക് നമ്മളൊരു SUV ടൈപ്പിലോട്ട് നമ്മൾ ആദ്യം ഒന്ന് അൽക്കസാർ, കാരണം ഒരു 7 സീറ്റർ എടുക്കാന്നുള്ള രീതിയിൽ ഒന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ അൽക്കസാറിന് പുതിയ മോഡൽ ഇപ്പോൾ തൊട്ടടുത്തായിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് വരുമ്പോൾ മേ ബി അതിലോട്ടൊന്ന് നോക്കും. ഈ ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും അതിലോട്ടായി പോകുള്ളൂ. അതുപോലെ ഇലക്ട്രിക് കാറുകൾ നോക്കിയിട്ടുണ്ടോ, ഓടിച്ചിട്ടുണ്ടോ? ഇലക്ട്രിക് കാറ് നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അത് എടുക്കാൻ പറ്റിയ സിറ്റുവേഷൻ കുറച്ചും കൂടെ ഒന്ന് നോക്കാം എന്നുള്ള രീതിയിലാണ്. കാരണം ഓടിച്ചിട്ടുണ്ട്, ടിയാഗോ EV ഓടിച്ചിട്ടുണ്ട്, പവറൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് റിലയബിൾ, നമ്മളെപ്പോഴും ഈ ഒരു ടെൻഷൻ കൊണ്ട് നടക്കുന്ന വ്യക്തികളായതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ വീണ്ടും ഒന്ന് അത്യാവശ്യം വേറെ സ്ഥലത്തോട്ടൊക്കെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി പ്രശ്നമാണ്. നമ്മളെടുത്തുവോ, ഇനി അടുത്ത ചാർജിങ് സ്റ്റേഷൻ എവിടെയാണെന്നൊക്കെ ഉള്ളൊരു, കാരണം ഫ്രണ്ട്സ് ഓൾറെഡി കയ്യിലുണ്ട് ടിയാഗോയുടെ EV ഉണ്ട്. അപ്പോൾ അവർ ഈ സാധനം പറയും, നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ എടാ ഈ വണ്ടി എടുക്കണോ എന്നാൽ അവരിങ്ങോട്ട് ചോദിക്കും. അപ്പോൾ നമ്മൾ പറയും ഓ എന്നാ വേണ്ടാന്ന് പറയും. എപ്പോഴും ഫുൾ ചാർജിലൊക്കെ ഇങ്ങനെ നിർത്തുക. എപ്പോഴും ഫുൾ ചാർജ്. നമുക്കൊരു ഇപ്പോൾ ഒരു 100 കിലോമീറ്ററിൻ്റെ ഉള്ളിലേക്ക് ആണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ പോവാം. അത് കഴിഞ്ഞ് അപ്പുറത്തോട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിന് പോകണമെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ചോദിക്കും പോണോ, പോയി കഴിഞ്ഞാൽ ഇച്ചിരി ലേറ്റ് ആവും എന്ന് പറയും. ശരിയാണ്. നമ്മൾ പറഞ്ഞാൽ ഈ പ്രത്യേകിച്ച് കേരളത്തിലെ എവിടെയും പെട്രോൾ പമ്പാണ്. നമുക്ക് ഏത് കാലത്ത് എപ്പോഴും എടുത്തുകൊണ്ട് പോയി പോകാവുന്ന വണ്ടികളാണ് എല്ലാം. പക്ഷേ ഇലക്ട്രിക് കാറുകളുടെ കാര്യത്തിൽ ഈ ഒരു ആശങ്ക എപ്പോഴും ഉണ്ടാവും. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം പെട്ടെന്ന് തന്നെ അടുത്തൊരു വണ്ടിയായിട്ട് നമുക്ക് വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതുപോലെ UK യാത്രയ്ക്കും അവിടുത്തെ പഠനത്തിനുമൊക്കെ എല്ലാ ആശംസകളും. ഓക്കെ സാർ, താങ്ക് യു. അപ്പോൾ ഇനിയിപ്പോൾ ജിംനി, പല പരാതികളും പലരും പറയുന്നുണ്ട്, മൈലേജ് കുറവാണെന്നുള്ള കാര്യങ്ങൾ. ചിലരൊക്കെ ആണെങ്കിൽ ഇത് ചെറിയ വണ്ടിയാണ്, ഈ വിലയ്ക്ക് ഇല്ലെന്ന് പറയുന്നു. പിന്നെ മാരുതിയുടെ വണ്ടി ആയതുകൊണ്ട് അതിന് ബിൽഡ് ക്വാളിറ്റി കുറവാണെന്ന് പറയുന്നു. ഇങ്ങനെ പല പരാതികളും ഉണ്ടെങ്കിലും പലരും വളരെ സന്തോഷത്തോടെ ഉപയോഗിക്കുന്ന വാഹനമാണ്, ഞാൻ ഉൾപ്പെടെ. അങ്ങനെയുള്ള ജിംനിയുടെ ഓണറുകളെയാണ് പരിചയപ്പെടുന്നത്. നമസ്കാരം അശ്വിൻ. അശ്വിൻ എനിക്ക് നേരത്തെ പരിചയമുണ്ട്. അശ്വിൻ ഇവിടെ ഒരു ഡീറ്റെയിലിംഗ് സെൻറ്റർ നടത്തുന്നുണ്ട്, വാഹനങ്ങളുടെ ഡീറ്റെയിലിംഗ് മാഫിയ എന്നാണ് അതിൻ്റെ പേര്. അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ട്. നമസ്കാരം. പേര്? ശീതൾ. വേറൊരു കാര്യമുണ്ട്, അശ്വിൻ ഒരു നേവൽ ആർക്കിടെക്റ്റ് ആണ് അല്ലേ? എനിക്ക് അതിലൊരു ബിയോണ മറൈൻ എന്നൊരു ഫേം ഉണ്ട്. നമ്മൾ മറൈൻ ഡിസൈൻ കൺസൾട്ടൻസിയാണ്, പ്ലസ് കൺസ്ട്രക്ഷൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ഹൗസ് ബോട്ട് കാര്യങ്ങളുടെ കൺസ്ട്രക്ഷൻ ചെയ്യുന്നത്. ശരി. കേരളത്തിൽ അത് കാര്യമായ രീതിയിൽ എന്താ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അതെ. ഓൾറെഡി നമുക്ക് അറിയുന്ന പോലെ ആലപ്പുഴ, കൊല്ലമൊക്കെയാണ് ഇതിന് മെയിൻ. പക്ഷേ ഇപ്പോൾ ഒരേപോലെ മലബാർ ഏരിയാസും ട്രിവാൻഡ്രം സൈഡൊക്കെ ബോട്ടുകൾ ഒരുപാട് വരുന്നതാണ്. ഇപ്പോൾ ഇലക്ട്രിക് ബോട്ടുകൾ വന്നിട്ടുണ്ടോ, ചെയ്യുന്നുണ്ടോ നിങ്ങൾ? വളരെ നമ്മളിത് ചെയ്തിട്ടില്ല ഇതുവരെ, പക്ഷേ വളരെ ചെറിയ ടൈമിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. കാരണം ബിഗർ കപ്പാസിറ്റി എൻജിൻസ് ഒന്നും വന്നിട്ടില്ല. പക്ഷേ എന്നാലും നമ്മുടെ ഔട്ട് ബോർഡ് എൻജിൻസ്, ചെറിയ എൻജിൻസ് ഒക്കെ വന്നിട്ടുണ്ട്. സോ മോട്ടോഴ്സ് അത് ഒരുപാട് ഇറങ്ങുന്നുണ്ട്. ശരി. അപ്പോൾ ഈ ഹൗസ് ബോട്ടുകളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഏകദേശം ഒരേ രൂപഭാവങ്ങളല്ലേ അല്ലേ? അതിലെന്താണ് കാര്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്? ആക്ച്വലി ഞാൻ നേവൽ ആർക്കിടെക്ട് ആണെങ്കിലും മെയിൻലി എഞ്ചിനീയറിംഗ് സൈഡാണ് ചെയ്യുന്നത്. അതായത് ഇപ്പം ബോട്ടുകളുടെ സ്റ്റെബിലിറ്റി ചെക്കിങ്, അതുപോലെ ഡ്രോയിങ്സ്. ഇപ്പം നമുക്ക് ഈ ബോട്ടുകളൊക്കെ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ഒരു ഹൗസ് ബോട്ട് ആണെങ്കിൽ ഒരു 17 ഡ്രോയിങ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം കേരള മാരിടൈം ബോർഡിൽ. സോ ആ ഡ്രോയിങ് പ്രിപ്പറേഷനും ഈ പറഞ്ഞ സ്റ്റെബിലിറ്റി ചെക്കിങ്ങും കാര്യങ്ങളാണ് ചെയ്യുന്നത്, സർവീസസ് ആണ് ചെയ്യുന്നത്. പ്ലസ് നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ബോട്ടുകൾക്ക് നമ്മൾ ഡിസൈൻ ചെയ്യും. അപ്പോൾ അങ്ങനെ ഈ സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യുന്ന ആളാണ്. എങ്ങനെയുണ്ട് സ്റ്റെബിലിറ്റി ജിംനി സ്റ്റെബിലിറ്റി? മോശം പറയാനില്ല, ഇല്ല. നല്ല കംഫർട്ടാണ്, ഹൈവേയിൽ നല്ല കംഫർട്ടാണ്, അതുപോലെ ഓഫ് റോഡിലും നല്ല കംഫർട്ടാണ്. എത്ര കാലം എടുത്തിട്ട് ഇപ്പോൾ? അറൗണ്ട് 8 months. ഓട്ടോമാറ്റിക് ആണോ? ഓട്ടോമാറ്റിക്. ആക്ച്വലി ഇത് വൈഫിന്റെ വണ്ടിയാണ്, അവൾക്ക് ഓഫീസിൽ പോകാനും കാര്യങ്ങൾക്ക് വേണ്ടി എടുത്തതാണ്. കൊച്ചിയിൽ ഞാൻ ആക്ച്വലി ബാംഗ്ലൂർ ബേസ്ഡ് കമ്പനിയിലായിരുന്നു. ബാംഗ്ലൂർ വർക്ക് ഫ്രം ഹോം ഒക്കെ ആയിട്ട് അങ്ങനെ മാറിയായിരുന്നു. പക്ഷേ ഇപ്പോൾ റീസെന്റ് IBM-ലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ അത് ഞാൻ ജോയിൻ ചെയ്തിട്ടില്ല, നെക്സ്റ്റ് വീക്ക് ജോയിനിങ് കൊച്ചിയിൽ IBM. അപ്പോൾ അങ്ങനെ നമുക്കപ്പം വേറെ അശ്വിൻ ഇലക്ട്രിക് ഉണ്ട്, ടിഗോർ ഉണ്ട്. അപ്പം നമുക്ക് വേറെ ഒരു വണ്ടി, എനിക്കായിട്ടൊരു കാറും പിന്നെ നമുക്ക് ട്രിപ്സ് പോകാനും ഓഫ് റോഡിനൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് സെലക്ട് ചെയ്ത് ആരാ?
നിങ്ങൾ ആരാണ് ഇത് മതിയെന്ന് തീരുമാനിച്ചത്? അശ്വിനാണ് സജസ്റ്റ് ചെയ്തത് ഡെഫിനറ്റ്ലി. പിന്നെ നമ്മൾ ഡീറ്റെയിൽ അനാലിസിസ് റിസർച്ച് ഒക്കെ ചെയ്തു. അപ്പം നമ്മളായിട്ടുള്ള നമുക്കുള്ള പെർക്സ് ഉണ്ട് വി ഗെറ്റ് ടു നോ. സോ അങ്ങനെ ഫൈനലി ഡിസൈഡ് ചെയ്താ. പക്ഷെ മോസ്റ്റ്ലി സജഷൻ കൊണ്ടുവന്നത് അശ്വിനാണ്. അതിനുശേഷം എടുത്തിട്ട് 8 മാസമായല്ലോ. ദീർഘദൂര യാത്രയൊക്കെ പോയോ? നമ്മളിപ്പോ ലാസ്റ്റ് മന്ത് ലഡാക്ക് യാത്ര പോയായിരുന്നു. കൊച്ചിയിൽ നിന്ന് ഓടിച്ചു പോയി. ജമ്മു, ഹിമാചൽ, ലഡാക്ക് മൊത്തം ഒന്ന് കാണി. ശരി. എത്ര കിലോമീറ്റർ ഓടിക്കാണും ആ ഒരു ട്രിപ്പിൽ? നമ്മൾ 10,600 കിലോമീറ്റേഴ്സ് ടോട്ടൽ ഓടി. അപ്പോൾ ഇതിനെപ്പറ്റി ചോദിക്കാൻ പറ്റിയ കക്ഷികളാണ്. 10,000 കിലോമീറ്ററായി. എങ്ങനെ ഉണ്ടായിരുന്നു? അതിനെപ്പറ്റി മൊത്തത്തിലൊന്ന് പറയും. വണ്ടി ഭയങ്കര കംഫർട്ടാണ്. ലോങ് യാത്ര ഹൈവേയിൽ എസ്പെഷ്യലി അത്ര എക്സ്പെക്ട് ചെയ്തില്ല. ലൈക്ക് കംഫർട്ടാണ്. ഓഫ് റോഡും നമുക്ക് നമ്മൾ ഇറങ്ങി ചെല്ലാൻ പറ്റുമെന്ന് വിചാരിക്കാത്ത സ്ഥലങ്ങളിൽ വണ്ടി പോകും. ഞങ്ങൾ അതിന് മുന്നേ ഒരു ഓഫ് റോഡ് ട്രെയിനിങ് കൂടി എടുത്തായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചൊരു കോൺഫിഡൻ്റ് ആയിരുന്നു. നമ്മളിപ്പം ഞങ്ങൾ ഈ 33 ഡേയ്സ് യാത്രയിൽ ഒരു 11 ഡേയ്സ് ക്യാമ്പ് ചെയ്തായിരുന്നു വണ്ടി തന്നെ. സോ ക്യാമ്പിംഗ് ഒക്കെ നമുക്ക് എന്താ പറയുക, ഈ ലേക്സിൻ്റെ ഒക്കെ അടുത്തേക്കും നമുക്ക് എത്തിപ്പെടുന്ന സ്ഥലത്തേക്കൊക്കെ നമുക്ക് അടുപ്പിച്ച് വണ്ടി കൊണ്ടുവിടാനൊക്കെ പറ്റിയായിരുന്നു. സോ അതൊരു വളരെ പോസിറ്റീവാണ്. പക്ഷേ ഇതിലൊരു ഡ്രോബാക്സ് തോന്നുന്ന ആ യാത്ര എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചുമ്മാ കേർവ്സ് ആയിട്ടുള്ള സ്ഥലത്ത് കുറച്ച് ബോഡി റോളുണ്ട് കുറച്ചധികം. നമ്മൾ യാത്ര കഴിഞ്ഞ് നമ്മൾ ബദ്രിനാഥ് പോയായിരുന്നു, ഉത്തരാഖണ്ഡ്. സോ അതിലൊരു 220 കിലോമീറ്റേഴ്സോളം ചുമ്മാ നമ്മൾ താഴ്വരത്ത് കൂടെ ഇങ്ങനെ കേർവ്സിലൂടെ പോയപ്പം ഭയങ്കരമായിട്ട് ബോഡി റോൾ ഫീൽ ചെയ്തു. അങ്ങനെ കണ്ടിന്യൂസ് പോകുമ്പോൾ നമുക്ക് കുറച്ച് ഒരു കംഫർട്ട് കുറവുണ്ട്. അല്ല ഹൈവേ ഓഫ് റോഡ് നമുക്ക് ഫുൾ ഫണ്ണാണ്. ആക്ച്വലി ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റും. റോഡ് കഴിഞ്ഞാലുള്ള ഒരു ഫണ്ണ് തിരിച്ചറിയാൻ പറ്റിയ. ഈ റോഡിലൂടെ പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു സ്റ്റെബിലിറ്റി പ്രശ്നം, നല്ല സ്പീഡിൽ നമ്മളിപ്പോൾ പ്രത്യേകിച്ച് ഇന്ത്യയിൽ നല്ല ഹൈവേസ് വന്നൊരു കാലമാണല്ലോ, എങ്ങനെയുണ്ട് അത് ഫീൽ ചെയ്തിട്ടുണ്ട്? ആക്ച്വലി 110 ഒക്കെ വരെ ഞാൻ പോയിട്ടുള്ളൂ. യൂഷ്വലി എല്ലാം കൊണ്ട് ടോപ്പ് സ്പീഡ് ചെക്ക് ചെയ്യാറുണ്ട്. പക്ഷേ അങ്ങനെ ഇത് ഞാൻ ട്രൈ ചെയ്തില്ല. കാരണം അത് പർപ്പസിലല്ലാത്തതുകൊണ്ട് ഞാൻ അതിനപ്പോൾ പോയില്ല. 110 വരെയൊക്കെ ഭയങ്കര കംഫർട്ടാണ്. എനിക്ക് തോന്നുന്നു ഇത് 160, 150 ഒക്കെ പോകും തോന്നുന്നു. പക്ഷേ അപ്പോൾ എന്താ അവസ്ഥ അറിയില്ല. മൈലേജ് എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു ആവറേജ് എനിക്കൊരു 12.5, 13 ഞങ്ങൾക്ക് കിട്ടിയത്. ആവറേജ് നോക്കാം ഹൈവേയിൽ. സിറ്റിയിൽ 7-8 തന്നെ ഉള്ളൂ. എനിക്കൊന്ന് ടയർ അപ്സൈസ് ചെയ്തുകൊണ്ടാണ് തോന്നുന്നു. ഹൈവേയിലും എനിക്ക് 13 വന്നുള്ളൂ. എനിക്ക് തോന്നുന്നു 14 അബോവ് കിട്ടും. റിവ്യൂസിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇത്രയും കാലം ഉപയോഗിച്ച് കഴിഞ്ഞപ്പം ഒരു ഔട്ട് ഓഫ് 10 എത്ര മാർക്ക് കൊടുക്കും? സോ എനിക്കൊരു 7-8 എന്തായാലും ഡെഫിനറ്റ്ലി കൊടുക്കും. എന്താണ് വിട്ടുപോകുന്ന 2-3 പോയിന്റുകൾ? എന്തിന്റെ പേരില്ല? എനിക്ക് തോന്നുന്നു സസ്പെൻഷൻ ഇപ്പൊ നമ്മൾ ഓക്കെ ഒരു ഓഫ് റോഡിങ് വണ്ടിയുടെ ഏറ്റവും ബെസ്റ്റ് സസ്പെൻഷൻ ആണ്. പക്ഷെ ഞങ്ങളുടെ ട്രാൻസിഷൻ വാസ് ലൈക്ക് വെരി ഡിഫറെന്റ്. നമ്മൾ EV ആയിരുന്നു. അപ്പൊ EVന്ന് പെട്ടെന്ന് ജീപ്പിലേക്ക് ഉണ്ടായ ട്രാൻസിഷനിൽ വി ഫെൽറ്റ് ആദ്യം നമുക്ക് കുറച്ചൊരു ഇതുണ്ടായിരുന്നു. ബട്ട് പിന്നെ നമ്മൾ വി ഗോട്ട് യൂസ് ടു ഇറ്റ്. പിന്നെ നമ്മളിപ്പോൾ ഈ ലോങ് പോയപ്പോൾ വാട്ട് വി ഫെൽറ്റ് നമ്മൾ തീരെ കംഫർട്ടബിൾ ആയിരിക്കില്ലേ ഇത്രയും ദൂരം എങ്ങനെയായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. ബട്ട് ഇറ്റ് വാസ് വെരി കംഫർട്ടബിൾ. ഭയങ്കര നമ്മൾ ക്യാമ്പ് ചെയ്തു കാറിൽ. സോ എല്ലാ രീതിയിലും നല്ലതായിരുന്നു. പിന്നെ ഓഫ് റോഡിങ്ങിനും ഓഫ് റോഡ് രണ്ടുപേരും മാറി ഓടിച്ചോ? ഓഫ് റോഡ് ഓടിച്ചു. 4 വീൽ ഡ്രൈവ് ഉപയോഗിച്ചോ? 4 വീൽ ഉപയോഗിച്ചു. 4 ലോയും ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. ആണല്ലേ? ചില സിറ്റുവേഷനിൽ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ പാങ്കോങ് ലേക്കിലൊക്കെ നമ്മൾ ലേക്കിന്റെ അറ്റത്തേക്ക് കൊണ്ടുപോയി. ഒരു വണ്ടി അങ്ങോട്ട് പോകാറില്ല. നമ്മളവിടെ സെക്യൂരിറ്റി ഒന്നുമില്ല. നമ്മളങ്ങോട്ട് പോയി. അപ്പം ഒരു താർ അവിടെ ഉണ്ട്. ലൈക്ക് ആ സിറ്റുവേഷനിൽ തിരിച്ചു വരുമ്പം താറിന് കയറി വരാൻ പറ്റാത്ത സ്ഥലത്ത് കൂടെ ജിമ്മിൽ പോയിരുന്നു. ആ ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. 4 ലോയിലിട്ട് ഞാൻ പറഞ്ഞല്ലോ ഓഫ് റോഡ് ട്രെയിനിങ്ങിന് പോയിരുന്നു. അപ്പോൾ ലോ എങ്ങനെ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഡിഫറൻസ് എങ്ങനെ ലോക്ക് ചെയ്യണം എന്നൊക്കെ അറിയായിരുന്നു. ഇത് അറിയാണ്ട് ഇതിന് മുന്നേ ഒരു വശത്ത് പോയി പെട്ടായിരുന്നു. അപ്പോൾ നേരെ പോയി ക്ലാസ് അറ്റൻഡ് ചെയ്തു. ഞങ്ങൾ ട്രിപ്പ് പോയി. സോ അതൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. ഇത് ക്ലാസ് എവിടെ അറ്റൻഡ് ചെയ്യുന്നത്? അത് ആക്ച്വലി സാം കളരിക്കൽ എന്ന് പറയുന്നത് സാമേട്ടൻ കോട്ടയം സൈഡിൽ പുള്ളിയുടെ ഒരു R&D കോച്ചിങ് സെന്റർ ഉണ്ട്. അവിടെ പോയി ജസ്റ്റ് ലെവൽ 1 അറ്റൻഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്താ മെച്ചം വെച്ചാൽ ജസ്റ്റ് ഒരു ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു. അപ്പോൾ അവരുടെ ട്രാക്കിൽ ഓടിച്ചോ? അങ്ങാടി ട്രാക്കിൽ ഓടിച്ചു, ഫുൾ ട്രാക്കിൽ ഓടിച്ചു. അപ്പോൾ അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് വണ്ടികൾക്ക് ഇങ്ങനെയൊക്കെ പോകാൻ പറ്റുന്നത്. പണ്ട് വീഡിയോസിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ റിയൽ ലൈഫിലേക്ക് ഞാൻ വണ്ടി എടുത്ത പിറ്റേ ദിവസം ഞങ്ങളൊരു പ്രാവശ്യം മാമലക്കണ്ടം പോയിട്ട് വണ്ടി ലേക്കിൽ പെട്ടുപോയി. അതായത് ലേക്കല്ല, അരുവിയിൽ ഞങ്ങളൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി റിവേഴ്സ് എടുത്ത്. അപ്പോൾ നേരെ റോഡിൽ നിന്ന് സൈഡിൽ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പോൾ വണ്ടിയുടെ സ്റ്റക്കായി, വണ്ടി തിരിച്ച് കയറുന്നില്ല. അപ്പോൾ എനിക്ക് ഡിഫറൻസ് ലോക്ക് എങ്ങനെ ഓൺ ആക്കണമെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ ആക്ച്വലി വണ്ടി പെട്ടു. വണ്ടി സൈഡിൽ വെള്ളം കയറി, കുറച്ച് വെള്ളം കയറി. പിന്നെ താഴേന്ന് ജീപ്പിൽ ആള് വന്ന് കെട്ടി വലിച്ച് അതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് പിന്നെ മനസ്സിലായി പഠിച്ചു കഴിഞ്ഞപ്പോൾ. അത് ഭയങ്കര ഒരു പോസിറ്റീവ് ആയിരുന്നു. നമുക്ക് വണ്ടി ഉണ്ട്, ഇത് വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. അല്ലാണ്ട് ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വന്നപ്പം ഭയങ്കര ഫണ്ണായിരുന്നു. ഈ സ്ത്രീകൾക്ക് പറ്റിയ വണ്ടിയാണോ? ഡെഫിനറ്റ്ലി. ലൈക്ക് എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ ഇത് കുറച്ച് ഹൈറ്റൻഡ് ആയതുകൊണ്ട് വ്യൂ നല്ലതാണ് കമ്പയർ ടു സെഡാൻ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ. സോ എനിക്ക് അത് ഭയങ്കര ഒരു ഇഷ്ടമുള്ളതാണ്. പിന്നെ എനിക്ക് കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയത് നമ്മുടെ സ്റ്റിയറിംഗ് കുറച്ച് ഒരു ടഫാണ് ടു ഹാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ. ബട്ട് സ്ത്രീകൾക്ക് ഡെഫിനറ്റ്ലി പറ്റുന്ന ഒരു കാറാണ്.
അപ്പോൾ നിങ്ങൾ വീട്ടിലൊരു EV ഉള്ള സാഹചര്യത്തിൽ ശരിക്കും ഒട്ടും എക്കണോമിക്കൽ അല്ലാതെന്ന് തോന്നിയിട്ടില്ലേ മൈലേജിൻ്റെ കാര്യത്തിൽ? അല്ല EV ഉണ്ട് എന്നുള്ള ധൈര്യത്തോണ്ടാണ് ഇത് നമ്മൾ എടുത്തത്. എടുത്തത് കാരണം ഒരു already car ഉണ്ട്. കാരണം എനിക്ക് എൻ്റെ വർക്ക് ആവശ്യത്തിന് ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെ ഓടണം. ലാസ്റ്റ് ഒരു 11 മന്ത് കൊണ്ട് ആ വണ്ടി 40,000 കിലോമീറ്റർ ഓടി. ഇതിപ്പോൾ നമ്മൾ ട്രിപ്പ് 17,000 ഓടി. സോ ഇത് ട്രിപ്പ് പോയതുകൊണ്ടാണ് ഇത്ര ഓടിയത്. അപ്പോൾ നമുക്ക് EV ഉണ്ട്, നമ്മൾ എന്ത് യാത്രയ്ക്കും EV-നെ എടുക്കാം. അതിന് എത്ര കിലോമീറ്റർ കിട്ടുന്നുണ്ട് ടിഗോർ? കാരണം ഒരു പഴയ ടെക്നോളജി ആണല്ലോ ഇപ്പോഴും അതിൻ്റെ. നമ്മളത് പക്ക ഓടിക്കുന്ന പോലെയാണ്. എനിക്കതിൽ 240 വരെയൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആവറേജ് എനിക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ ഫുൾ സ്പോർട്സ് മോഡിൽ ഇട്ടും ആ പവറിൽ തന്നെ ഓടിക്കുന്നതുകൊണ്ട് സ്പോർട്സിൽ വിട്ടാലും ഭയങ്കര സ്പീഡിലല്ല, എന്നാലും ഒരു ആവറേജ് സ്പീഡിൽ ഓടിക്കുമ്പോൾ എനിക്ക് 170 എന്തായാലും കിട്ടും. എന്നാലും 0 വരെ നോക്കുകയാണെങ്കിൽ 200 പറയാം. നമ്മൾ എന്തായാലും ഒരു 20-30% റീചാർജ് ചെയ്യല്ലോ. അപ്പോൾ 170, 160, 170. അപ്പോൾ ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടിക്കുമ്പോഴത്തേക്ക് എല്ലായിടത്തും ചാർജിങ് പോയിന്റുകളൊക്കെ വർക്ക് ചെയ്യുന്നൊക്കെ ഉണ്ടോ? എല്ലാ സ്ഥലത്തും പോയിന്റ് ഉണ്ട്. വളരെ ചെറിയ സമയം നമ്മൾ പെടും. ആ EV ആയിട്ട് ഞാൻ സൂറത്ത് വരെ പോയിട്ടുണ്ട്. ആ EV കൊണ്ട് സൂറത്ത് വരെ പോയിട്ടുണ്ട്. ഞാൻ ഇതിന് മുന്നേ ഇന്ത്യക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ബൈക്കിലായിട്ടും കാറിലായിട്ടും ഞങ്ങളും പോയിട്ടുണ്ട്. അല്ല EV-യിൽ ഇത് പോകുന്നത് തെറ്റില്ല, പക്ഷേ ഇത്രയും കുറഞ്ഞ റേഞ്ചുള്ള ഒരു വണ്ടിയായിട്ട് ധൈര്യമായിട്ട് പോയതൊരു സംഭവമാണ്. അതെ, അതൊരു ധൈര്യം കിട്ടി. അങ്ങ് പോയി ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ വരെ എല്ലായിടത്തും ഇന്ത്യയിൽ ഇപ്പം എവിടെ പോയാലും EV ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ടോ? എവിടെ പോലും ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ട്. പക്ഷേ കേരളത്തിന് പുറത്ത് ഇത് തീരെ എക്കണോമിക്കൽ അല്ല. ലൈക്ക് ഭയങ്കര ചാർജിങ് റേറ്റ് വളരെ കൂടുതലാണ്. 27, പിന്നെ ചില സ്ഥലത്ത് പെർ 15 മിനിറ്റ്സിന് എനിക്ക് തോന്നുന്നു 200 rupees അറൗണ്ട് അങ്ങനെയൊക്കെയാണ് ചാർജസ്. അപ്പം എനിക്ക് തോന്നുന്നു അത്ര നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈമും വെച്ച് നോക്കുമ്പോൾ വലിയ ലാഭമില്ല. അത്രേ ഉള്ളൂ. അപ്പോൾ തിരിച്ച് നമുക്ക് വീണ്ടും ഇതിലേക്ക് വരാം. അപ്പോൾ ഓഫ് റോഡൊന്നും പോകാൻ താല്പര്യമില്ലാത്ത ഒരാളാണെങ്കിൽ ജിംനി വാങ്ങിക്കണം. നല്ല വണ്ടിയാണ്. പ്രത്യേകിച്ച് ലേഡീസിന് പറയുമ്പോൾ ലൈക്ക് വീതി കുറവാണ്. പിന്നെ ഫുൾ ജീപ്പ് സ്റ്റൈൽ വണ്ടി ആയതുകൊണ്ട് ഒബ്വിയസ്ലി ബോണറ്റിൻ്റെ അഡ്ജ് വരെ കാണുന്നതുകൊണ്ടുള്ള ഓടിക്കാനുള്ള കംഫർട്ട്. എപ്പോഴും പറയും EV-ലാകുമ്പോൾ എനിക്ക് സൈഡ് കിട്ടില്ല എന്ന് പറയും. സോ ആ രീതി നോക്കുകയാണെങ്കിൽ നല്ല വണ്ടി തന്നെയാണ്. നല്ല വണ്ടിയാണ്. പക്ഷേ എന്താ പറയുക 4x4 ഇപ്പം ഞാൻ എടുത്തതിന് ശേഷം ഇപ്പോൾ 2 lakhs റേറ്റ് കുറഞ്ഞു. പണി കൂടി കിട്ടിയതുകൊണ്ട് ഇപ്പം കുറച്ചുകൂടി വർക്ക്ഫുൾ ആയിരിക്കുന്നു. അന്ന് ഇത്തിരി കൂടുതലായിരുന്നു എന്ന് പറയാം. ശരിയാണ്. എങ്കിലും ഞങ്ങൾക്കൊക്കെ റീസെയിൽ വാല്യൂ വരുമ്പോൾ ഈ ഒരു പ്രശ്നം വരും. എപ്പോഴെങ്കിലും വിൽക്കണം എന്ന് വിചാരിക്കുമ്പോൾ വില കുറഞ്ഞ വണ്ടിയായി മാറുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെ പ്രശ്നമുണ്ട്. പിന്നെ ടേണിംഗ് റേഡിയസ് ഗംഭീരല്ലേ? ലഡാക്കിൽ നിന്ന് വളച്ചാലേ ഇവിടെ വരും. ആദ്യമേ നമ്മളൊന്ന് പ്ലാൻ ചെയ്യണം, അവിടെ വളയ്ക്കണം, അപ്പോൾ ലെഫ്റ്റിലേക്ക് അതുപോലെ ഇപ്പം അതുപോലെ ലഡാക്കിലുണ്ട് എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്. കക്ഷി ഈ അടുത്ത കാലത്ത് തന്നെ വിളിച്ചപ്പം കക്ഷിക്ക് ഇതുണ്ട് ജിംനിയാണ്. ലഡാക്കിലൊക്കെ ഇഷ്ടം പോലെ ജിംനികൾ ആയി എന്ന് പറഞ്ഞാണോ? അതെ, ലഡാക്കിൽ ഇഷ്ടം പോലെ ജിംനീസ്. വേറെ എവിടെയും കിലോമീറ്ററിന് ശേഷം അധികം ജിംനീസ് കണ്ടിട്ടില്ല. ലഡാക്കിൽ ഇഷ്ടം പോലെ ജിംനീസ് ഉണ്ട്. ഇതിൻ്റെ ഗുണം വെച്ചാൽ ഇതിന് വെയിറ്റ് കുറവായതുകൊണ്ട് ഓഫ് റോഡിന് ഏറ്റവും പറ്റിയ വണ്ടി. ഇപ്പം താറിനേക്കാളൊക്കെ ഗംഭീരമായ ഓഫ് റോഡാണ് ഈ വാഹനം. ഞാനൊക്കെ ഇത് എടുത്തത് തന്നെ അന്ന് നമ്മളെ മാരുതി കൊണ്ടുപോയിട്ട് ഡെറാഡൂണിലൊരു റിവർ ബെഡിലാണ് നമുക്ക് ഓടിക്കാൻ തന്നത്. അന്ന് തിരിച്ചു വന്നുകൊണ്ടാണ് ഞാൻ ബുക്ക് ചെയ്തത്. കാരണം അത് ഓരോ കല്ലിൽ നിന്ന് എടുത്തു വെച്ച പോലെ ഇത് ഓടിപ്പോകുന്നു. ഒരു രസകൻ വണ്ടിയായിരുന്നു. ഇപ്പം ഇവിടെ കൊണ്ട് ജിമ്മിനി എടുപ്പിക്കുന്നതിനും അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യുന്നതിനും വേറൊരു കാരണമുണ്ട്. ഞാൻ ബുള്ളറ്റും കൊണ്ടായിരുന്നു ഇന്ത്യ മൊത്തം കറങ്ങി. അപ്പോൾ ഈ ബുള്ളറ്റും പിന്നെ നമ്മൾ ഈ പറഞ്ഞ ലൈറ്റ് വെയിറ്റുള്ള എക്സ്പ്രസ് കാര്യങ്ങളൊക്കെ വന്നപ്പം ആ വെയിറ്റിൻ്റെ കാര്യത്തിനുള്ളൊരു പ്ലസ് പോയിന്റ് എനിക്ക് തന്നെ മനസ്സിലായി. ബുള്ളറ്റ് കൊണ്ട് ഇന്ത്യ മൊത്തം കറങ്ങിയപ്പോൾ ഈ പറഞ്ഞ നമ്മൾ ഓഫ് റോഡ് ചളി ഇതിലൊക്കെ പോകുമ്പം നമ്മൾ ഒരുപാട് വെയിറ്റ് അനാവശ്യമായി കൊണ്ടു നടക്കുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു ആ സമയങ്ങളിൽ. ആ ഫണ്ട് നമുക്ക് കംപ്ലീറ്റ്ലി കിട്ടിയില്ല. പക്ഷെ എന്നാലും വേറൊരു ടൈപ്പ് യൂസ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ലൈറ്റ് വെയിറ്റ് ഇപ്പം പിന്നെ ഒബ്വിയസ്ലി റിവ്യൂസ് ഉണ്ടായിരുന്നില്ല പുറത്ത് ഈ വണ്ടി കോമ്പീറ്റ് ചെയ്യുന്നത്, ഓഫ് റോഡിൽ കോമ്പീറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് ഓഫ് റോഡ് കൂടി താല്പര്യം ഉണ്ടായതുകൊണ്ട് ഇവിടെ ഓഫീസ് പർപ്പസ് നടക്കും. അത് കഴിഞ്ഞ് ചിലപ്പോൾ ഞങ്ങൾക്ക് ഫാമിലിയായിട്ട് ട്രിപ്പും പോവാം എന്നുള്ള പർപ്പസിൽ. അപ്പം ഈ പറഞ്ഞ പോലെയാണ് പല ആശങ്കകളൊക്കെ പലരും പറയുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഞങ്ങൾക്കൊന്നും വളരെ ഈ പറഞ്ഞ പോലെ മൈലേജിൻ്റെ ചെറിയ പ്രശ്നം, ടേണിംഗ് റേഡിയസിൻ്റെ ചെറിയ പ്രശ്നം, ഇതൊക്കെ തന്നെ ഉള്ളൂ. അല്ല ഞങ്ങളെല്ലാവരും ഹാപ്പിയാണ്. അപ്പോൾ ഞാൻ പലപ്പോഴും ഇതിനെപ്പറ്റി കൊള്ളാമെന്ന് പറയുമ്പോഴത്തേക്കും താഴെ കമൻറ്റ് വരും, ചേട്ടൻ പെട്ടു അല്ലേ അതുകൊണ്ടല്ലേ ചേട്ടൻ ഇങ്ങനെയൊക്കെ പറയും. പക്ഷെ അങ്ങനെ പെടലൊന്നും ഇല്ല ഇതിനകത്തല്ലേ? ഒരിക്കലും തോന്നിയില്ല. അത് ആക്ച്വലി വണ്ടി ഭയങ്കര വർക്ക്ഫുൾ. നമുക്ക് ചുമ്മാ വീട്ടിൽ കിടക്കും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എടുത്ത് എവിടെയെങ്കിലും പോയാലോ. അതെ, എവിടെ പോകാൻ തോന്നും. ചെറിയ വണ്ടിയാണ്, സിറ്റിയിലൊക്കെ നല്ല സുഖമായിട്ടുണ്ട് പാർക്ക് ചെയ്യാം. അങ്ങനെ ഒത്തിരി ഗുണങ്ങളുണ്ട്. അത് വണ്ടി ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് പറ്റുന്നുണ്ടാവുള്ളൂ. ബിക്കോസ് ചുമ്മാ ഒരു കാറ് നോക്കുന്ന ആൾ പോയി ജിമ്മിന് എടുത്തു കഴിഞ്ഞാൽ മൈലേജിന്റെ കാര്യം കേൾക്കുമ്പോൾ ടേണിംഗ് റേഡിയസ് കിട്ടുമ്പോഴേക്കും മടുക്കും. വളച്ചാൽ കിട്ടില്ല, നാണം കെടും. പിന്നെ അശ്വ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, 110 എടുത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞു. കാരണം ഇത്തരം വണ്ടികളുടെ ഒരു എന്താ പറയുക, ഇതിൻ്റെ ഒരു നിർമ്മാണ നിലവാരവും ഇതിൻ്റെ ഒരു പർപ്പസ് മനസ്സിലാക്കിയ സ്പീഡൊക്കെ എടുക്കുകയുള്ളൂ. അല്ലാതെ ഇത് 150 ഒരിക്കലും ഓടിക്കരുത്. അതിൻ്റെ ബ്രേക്കിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആ ഒരു പ്രശ്നം വരും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഓടിച്ചാൽ മതി. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നത് ജിംനിയെ പറ്റിയുള്ള കുറേ കാര്യങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്നുള്ളതാണ്. കാരണം ഇത്രയും കുറഞ്ഞ കാലം കൊണ്ട് ഇത്രയും ദൂരം ജിംനി ഓടിച്ചവർ വളരെ കുറവായിരിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ ഇവരുടെ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ശരിക്കും ഗംഭീര ഫീഡ്ബാക്ക് ആയിരുന്നു. അപ്പോൾ ഇത് കുറേ കാലം ഇനി കൊണ്ടുനടക്കാനാണോ പരിപാടി? ഇത് ആക്ച്വലി കൊടുക്കാണ്ട് യൂസ് ചെയ്യാനാണ്
ആഗ്രഹം. ആണല്ലേ? നമുക്ക് ലോകം മൊത്തം കൊണ്ട് പോകണം, ലൈക്ക് ഇന്ത്യ ക്രോസ് ചെയ്ത് പോകണം. അതിനോടുകൂടി നമ്മൾ ജിമ്മിനെ എടുത്തത്, ബിക്കോസ് ഒരുപാട് കൺട്രീസിൽ ഉണ്ടല്ലോ. അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. മെല്ലെ മെല്ലെ യാത്രകൾ സ്റ്റാർട്ട് ചെയ്യാം. യെസ്, അപ്പോൾ എല്ലാ ആശംസകളും നേരുന്നു എല്ലാ യാത്രകൾക്കും. അപ്പം രാജ്യം വിട്ടൊക്കെയുള്ള യാത്രകൾക്ക് എന്തെങ്കിലും ഉപദേശം വേണമെങ്കിൽ വിളിച്ചോ കേട്ടോ. ഓക്കെ മോളെ, അപ്പം ഓൾ ദ ബെസ്റ്റ് ഫോർ ന്യൂ ജോബ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു. അപ്പോൾ ഇന്ത്യയിലെ സാധാരണക്കാരൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനം എന്ന് വിളിക്കാവുന്ന മാരുതിയുടെ എക്സ്പ്രസോയുടെ ഓണറിനെയാണ് നമ്മളിതിന് പരിചയപ്പെടാൻ പോകുന്നത്. ഈ വാഹനത്തിൻ്റെ ഗുണമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് ഇതിൻ്റെ സിറ്റി ഡ്രൈവാണ്. സിറ്റിയിൽ നല്ല ഹൈറ്റുള്ള ഒരു സീറ്റിംഗ് പൊസിഷനുണ്ട്, നല്ല വിസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഓടിച്ചു പോകാൻ രസമാണ്. എന്ന് വെച്ചിട്ട് ഭയങ്കര സംഭവമൊന്നുമല്ല ഈ വാഹനം, പക്ഷേ ഒരു എന്താണ് സിറ്റി ഡ്രൈവിന് ഏറ്റവും പറ്റിയൊരു വാഹനമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇതൊക്കെ തന്നെയാണോ ഇത് ഓടിക്കുന്ന ആളുടെ അഭിപ്രായം എന്നാണ് ചോദിക്കേണ്ടത്. നമസ്കാരം, പേര്? ഡിജോ. എന്ത് ചെയ്യുന്നുണ്ട് ഡിജോ? ഞാനൊരു IT ഇതിൽ വർക്ക് ചെയ്യുക, ഒരു ശബരി എന്ന് പറഞ്ഞ കമ്പനി. ഓ, ഇവിടെ തന്നെ കൊച്ചിക്കാരനാ? ആ, കൊച്ചി. എൻ്റെ ഇപ്പം പാരൻസ് ഒക്കെ ഇവിടെ കാഞ്ഞിരമറ്റം എന്ന് പറയും, കോട്ടയം റൂട്ട്. ആനവട്ടെ നിങ്ങൾ കോട്ടയം ആക്കിയോ? അല്ല, കോട്ടയം റൂട്ട് എന്നാ ഉദ്ദേശിച്ചത്. എറണാകുളം ജില്ല തന്നെയാണ്. അപ്പോൾ ഞങ്ങളിവിടെ മാമംഗലം, ഞാൻ വൈഫും കൂടി മാമംഗലം താമസിക്കണം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഇൻട്രോയിൽ പറഞ്ഞ കാര്യങ്ങൾ അത് ശരിയാണോ ഈ വണ്ടിയെ സംബന്ധിച്ച്? എൻ്റെ അഭിപ്രായത്തിൽ മുഴുവൻ ശരിയല്ല. കാരണം നമുക്ക് സിറ്റി ഡ്രൈവിൽ പറഞ്ഞ ശരിയാണ്. ബാക്കിയുള്ള കാര്യത്തിൽ നമ്മൾ ഈ പ്രൈസ് സെഗ്മെന്റിൽ നമുക്ക് ഏറ്റവും ബെറ്റർ ഒരു ബെസ്റ്റ് വണ്ടി എന്ന് തന്നെ പറയാം. കാരണം കുറവായിട്ട് എന്തോ പറഞ്ഞു വരുന്നുണ്ടല്ലോ, എന്താണ്? അതായത് കുറവെന്ന് പറയുമ്പോൾ നമ്മുടെ മാരുതിയുടെ ബിൽഡ് ക്വാളിറ്റി കുറച്ചൊരു ഇത് പറയുന്നുണ്ട്. അതായത് നമ്മുടെ സെക്യൂരിറ്റി ഇഷ്യൂസ്. അപ്പം പിന്നെ ഡ്രൈവിങ്ങും കംഫർട്ടുകളും അത് ബെസ്റ്റാണ്. കാരണം ഈ ഒരു സീറ്റിംഗ് പൊസിഷനും അതൊക്കെ ഈ വിലയ്ക്ക് അത് ബെസ്റ്റാണ്. കാരണം ഈ ഒരു 5-60, 6 ആവുള്ളൂ. അപ്പം അതിൻ്റെ താഴെ നിൽക്കുന്ന ഒരു വണ്ടി എന്ന് പറയുമ്പോഴേക്കും നമുക്കൊരു വേറെ ഏത് വണ്ടി നോക്കിയാലും, മാരുതിയുടെ തന്നെ വണ്ടി നോക്കിയാലും ഈ ഒരു സീറ്റിംഗ് പൊസിഷനും ഗ്രൗണ്ട് ക്ലിയറൻസും ഉള്ള വേറൊരു വണ്ടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇഗ്നിസ് ആണ് സെയിം ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അതിന് 5.5 ആണെന്ന് തോന്നുന്നല്ലേ സ്റ്റാർട്ടിങ്? അതെ, അതൊരു 7 രൂപയ്ക്ക് അടുത്തെത്തും. അതെ. അപ്പോൾ ഒരു കാറിനെ കുറിച്ച് ചിന്തിച്ച് തുടങ്ങുന്ന ആൾക്കാർക്കും ചെറിയൊരു ഫാമിലി ആണെങ്കിൽ നല്ലൊരു വണ്ടി ഇത് തന്നെയാണ്. പക്ഷേ സേഫ്റ്റി ഫീൽ എന്താണ്? സേഫ്റ്റി പോരാൻ തോന്നിയിട്ടുണ്ടോ? എന്തായിരുന്നു സേഫ്റ്റി എന്നുവെച്ചാൽ ചില ആക്സിഡന്റ് ഒക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുമല്ലോ. സ്വന്തം അനുഭവം അങ്ങനെ ഇല്ല. സ്വന്തം അനുഭവം എനിക്ക് കുറച്ചും ഗ്രൗണ്ട് സ്റ്റെബിലിറ്റി ഒക്കെ ഉള്ള ഒരു വണ്ടി തന്നെയാണെന്നാണ് എൻ്റെ ഒരു ഡ്രൈവിംഗ് ഇതിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. സിറ്റി വിട്ട് ഹൈവേ കൂടെ പോകുമ്പോൾ സ്റ്റെബിലിറ്റി എങ്ങനെയാണ് ഫീൽ ചെയ്തിരിക്കുന്നത്? 80 ആണ് ഒരു ഇത്. 80 ആകുമ്പോഴേക്കും ഇതിലൊരു ബീപ്പ് അടിക്കും. അപ്പോഴേക്കും നമ്മൾ കോൺഷ്യസ് ആവും, അല്ലെങ്കിൽ കൂടെ ഇരിക്കുന്ന ഒരു കോൺഷ്യസ് ആവും. 80 വരെ നമുക്ക് പോകുമ്പോൾ എന്തെങ്കിലും ഇല്ല, അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. ചെറുതായിട്ടൊന്ന് വെട്ടിച്ചാൽ പോലും നമുക്കൊന്നും ഇല്ല. ആ ഒരു ഇതിലങ്ങ് പൊക്കോളും. നമുക്ക് ആ ഒരു സ്റ്റെബിലിറ്റി ഒന്നും പ്രശ്നം തോന്നത്തില്ല. പിന്നെ ഒരു പ്രാവശ്യം ഒരു വെള്ളം കെട്ടിക്കിടന്ന ഒരു ഇതിൽ പെട്ടെന്ന് വണ്ടി ഇറങ്ങേണ്ട ഒരു ഇത് വന്നു. പക്ഷെ അന്ന് വണ്ടി പാളും അങ്ങനെയൊന്നും ഉണ്ടായില്ല. എനിക്കതൊരു ഭയങ്കര ഒരു നല്ല കാര്യമായിട്ടാണ് തോന്നിയത്. കാരണം നമുക്ക് നമ്മുടെ ഒരു തോന്നൽ തന്നെയാണ് പ്രധാനം. സേഫ്റ്റി ഫീൽ തന്നെയാണ് തോന്നിയിരിക്കുന്നെങ്കിൽ അത് തന്നെയാണ് അതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇത് മാനുവലോ അതോ AMD? ഇത് മാനുവലാണ്. AMD നോക്കിയില്ല. ഇത് ശരിക്കും വൈഫാണ്, അവർ ഫാമിലിയാണ് ചൂസ് ചെയ്തത്. അപ്പം അതിൽ അവർക്കും ഓട്ടോമാറ്റിക്കിനോട് ആ സമയത്ത് താല്പര്യമില്ല. പക്ഷെ ഇപ്പൊ പറയുന്നുണ്ട് ഓട്ടോമാറ്റിക് ആയിരുന്നു നല്ലതെന്ന്. പക്ഷെ കാരണം ഓടിക്കാൻ കുറച്ചും കൂടി ഈ മാനുവലാണ് ഗംഭീരം എന്ന് പറഞ്ഞ് എടുക്കുന്ന പലരും ഇതിന് ശേഷം ഇതേ അഭിപ്രായം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഓട്ടോമാറ്റിക് മതിയായിരുന്നു. ഇന്നലെ കൂടെ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു. അദ്ദേഹം ഞാൻ അന്ന് എന്നെ വിളിച്ചതാണ് ഇത് വാഹനം വാങ്ങിക്കുന്ന സമയത്ത്. അന്ന് ഞാൻ പറഞ്ഞു ഓട്ടോമാറ്റിക് എടുക്കുക. അല്ലേ ചേട്ടാ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് മാനുവൽ എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തിട്ട് ഇന്നലെ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു ഓട്ടോമാറ്റിക് മതിയായിരുന്നു. കാരണം വെച്ചാൽ നമ്മുടെ കേരളം മൊത്തത്തിൽ ഒരു സിറ്റിയാണ്. അത് നമ്മൾ എവിടെ ഓടിച്ചു പോയാലും ഈ പറഞ്ഞ പോലെ ബ്ലോക്കിലൊക്കെ പെടുന്ന ഒരു അവസരം ഒരു സാധ്യതയുണ്ട്. മൈലേജ് എങ്ങനെയുണ്ട്? സാധാരണക്കാരൻ്റെ വാഹനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൈലേജ് ആണല്ലോ. അതെ, മൈലേജ് കമ്പനി പറയുന്നത് ഇത്ര 23 കണ്ടാന്ന് തോന്നുന്നു, 25 തോന്നുന്നു. പക്ഷേ എനിക്ക് മാക്സിമം കിട്ടിയിട്ടുള്ളത് 19 എന്തോ കാണിക്കുന്നത്. അതിനകത്തൊരു മീറ്റർ ഉണ്ട്, അപ്പോൾ അതിനെ കാണിക്കുന്നത് 19 കൊതിപ്പിക്കുക. 19 മൈലേജ് ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഹൈവേയിൽ ഓടിച്ച പോലെ ആയിരിക്കും. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് ഇങ്ങനെ മീറ്ററിൽ 2-3 കാണിക്കും. അതിൽ ഏറ്റവും കുറവ് കാണിച്ചിരിക്കുന്നത് 13, 13 തോന്നുന്നു. ഏറ്റവും കുറവ് കാണിച്ചിരിക്കുന്നത്. അത് ചിലപ്പം നമ്മൾ ബ്ലോക്കിലേക്ക് കിടന്ന് അല്ല. പക്ഷെ മാമംഗലത്ത് ജീവിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ നേരെ ബ്ലോക്കിലേക്ക് ഇറങ്ങുന്ന ആളാണ് എപ്പോഴും, അല്ലേ? എന്നിട്ട് എത്രയും കിട്ടുന്നതെന്ന് പറഞ്ഞാൽ മോശമല്ല. ഇപ്പോൾ പോലും വന്നപ്പം ബ്ലോക്കായിരുന്നു. ബ്ലോക്കാണ്. അതെ, ഈ രാവിലെ പോലും ബ്ലോക്കാണ്. എന്താണ് ഇതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫാക്ടർ? എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയുമ്പം ഈ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒരു ഭയങ്കര ഒരു ഫാക്ടറാണ്. കാരണം
ഒരു പ്രാവശ്യം ഈ തൊമ്മൻകുത്ത് വൈഫിൻ്റെ വീട് ചേലച്ചൂടാണ്, ഇടുക്കി. അപ്പം എന്താ ഈ തൊമ്മൻകുത്ത് ഒരു പ്രാവശ്യം എല്ലാവരും കൂടി പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ചൂസ് ചെയ്ത വഴി കുറച്ച് അന്ന് മഴയൊക്കെ പെയ്ത് ആകെ പ്രശ്നമായിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ ഈ വണ്ടി ആയതുകൊണ്ട് ധൈര്യമായിട്ട് അങ്ങോട്ട് ഇറക്കി കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ എനിക്കൊരു പഴയൊരു ഓൾട്ടോ ഉണ്ട്, പക്ഷെ അതാണെങ്കിൽ ഞാൻ ഇറക്കത്തേ ഇല്ല. കാരണം വെച്ചാൽ അടി തട്ടുന്ന ഉറപ്പാണ്. പക്ഷെ ഇത് അടി തട്ടേ ഇല്ല, പയ്യെ പോയതെന്നാലും അടിയൊന്നും തട്ടാതെ സേഫ് ആയിട്ട് എത്തി. അപ്പോൾ ആ ഒരു ഇത് ഭയങ്കര ഒരു ഇതായിട്ട് എനിക്ക് ക്വാളിറ്റി ആയിട്ട് ധൈര്യമായിട്ട് ഓടിക്കാൻ. അതുപോലെ തന്നെ ഈ സെഗ്മെന്റിൽ വേണമെങ്കിൽ കിഡ് പോലെയുള്ള വണ്ടികളും ഉണ്ട്. അതൊക്കെ ഓടിച്ച് നോക്കിയിട്ടാണ് ഇതിലേക്ക് എത്തിയത്? അല്ല, ഇത് അതെ കിഡ് എന്ന് പറയുമ്പം പിന്നെ ഈ സർവീസ് സെന്ററിന്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതായത് നമ്മൾ എന്താ സിറ്റി മറ്റേ വില്ലേജ് ഒരു സൈഡിലോട്ടൊക്കെ പോകുമ്പോഴേക്കും അവർക്കൊക്കെ അപ്പോൾ അവരതും കൂടി നോക്കിയിട്ടായിരിക്കും ഇതെടുത്തത്. കാരണം പിന്നെ മാരുതി ഒരു സാധാരണക്കാരൻ ആദ്യം ചിന്തിക്കുന്നത് മാരുതി അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ എപ്പോൾ വിറ്റാലും റീസെയിൽ ശരിയാണ്. അപ്പം ഇത് തുടർന്ന് കുറേ കാലം ഓടിക്കാൻ തന്നെയാണോ പരിപാടി? അതെ തീർച്ചയായും. അല്ലെങ്കിൽ ഒരു നല്ലൊരു വണ്ടി കിട്ടുന്ന ഒരു പൊസിഷനിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു ചിന്ത അതിലേക്ക് എത്തുന്നവരെ ഈ വണ്ടി തന്നെയായിരിക്കും. അപ്പോൾ ഒരാൾ പുതുതായിട്ട് വണ്ടി വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നു, ഒരു ചെറിയ ഫാമിലി, അങ്ങനെയാണെങ്കിൽ സജസ്റ്റ് ചെയ്യുമോ? തീർച്ചയായും. അത് എന്താ 100% ഞാൻ സജസ്റ്റ് ചെയ്യും. ശരി. എന്നാൽ പോലും ഒരു കുറവായിട്ട് പറയാവുന്നത് ഈ പറഞ്ഞ ഒരു സേഫ്റ്റിയുടെ പറ്റിയുള്ള ആശങ്ക തന്നെയാണ് അല്ലേ? അതെ. പിന്നെ പറയാനാണെങ്കിൽ ഗുണങ്ങൾ കുറയുണ്ട്. പിന്നെ എന്താ ഡിക്കി സ്പേസ് ആണെങ്കിലും എന്താ ഞാൻ കമ്പയർ ചെയ്യുന്ന എൻ്റെ പഴയ ഓൾട്ടോയും പിന്നെ ആ ഒരു സെഗ്മെന്റും ഇത് ഈ ഒരു ഇതിൽ വരുന്നത്. പക്ഷേ ഇതിന്റെ മേളിലേക്ക് ഒരു നമ്മുടെ ഇഗ്നീസും അതും പിന്നെ നമ്മുടെ വാഗണാറൊക്കെ ഉണ്ടല്ലോ. പക്ഷെ അതൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചൊരു കുഞ്ഞനായിരിക്കും. ചെറിയൊരു വിലയും കൂടെ നോക്കണം. ഈ വിലയ്ക്ക് ഇത് തരുന്നുണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും ആശങ്കകളൊന്നും വേണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. പിന്നെ ഈ പറഞ്ഞ ഹൈവേക്ക് വേണ്ടി ഉദ്ദേശിക്കുന്ന ഒരു വണ്ടിയല്ല, സിറ്റിക്ക് വേണ്ടി ഉദ്ദേശിക്കുന്ന വണ്ടിയാണെന്നുള്ളതുകൊണ്ട് തന്നെ സിറ്റി ഡ്രൈവിന് ഏറ്റവും പറ്റിയൊരു വാഹനം തന്നെയാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ സീറ്റിംഗ് പൊസിഷനാണ് എൻ്റെ ബെസ്റ്റ്. സ്ത്രീകൾക്കൊക്കെ ഏറ്റവും പറ്റിയൊരു വാഹനമാണ്. AMD മോഡലും ഉണ്ട്. AMD പക്ഷേ കുറച്ച് സ്ലഗ്ഗിഷ് ആണെങ്കിൽ പോലും വളരെ മോശം എന്ന് പറയാനാവില്ല. ഇതിൻ്റെ AMD ഞാൻ ധാരാളം ഓടിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഇത്രയും ഫീഡ്ബാക്ക് ഒക്കെ നമ്മളുമായിട്ട് ഷെയർ ചെയ്തതിന്. തീർച്ചയായും. അപ്പം ഗംഭീരമായിട്ട് പോട്ടെ. ഓൾ ദോസ്. താങ്ക് യു. അപ്പോൾ ഇന്നത്തെ റാപ്പിഡ് ഫയർ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത ആഴ്ച വീണ്ടും കാണാം. ബൈ.